പരാതിയില്ലാതെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി കഷ്ടങ്ങളും ദുരിതങ്ങളും ഞെരുക്കങ്ങളും അനുഭവിച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ട കർത്താവിന്റെ വിലയേറിയ ദാസന്റെ ഭാര്യയുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ കയറിയിറങ്ങി അനേകരോട് കർത്താവിന്റെ നാമത്തെക്കുറിച്ച് പറയുവാൻ കുടുംബമായി ദൈവം കർത്താവിന്റെ ദാസനെ സഹായിച്ചു. ആരാധനാലയം ഉണ്ടാക്കി. എന്നാൽ സുവിശേഷ വിരോധികൾ കടന്നു വന്ന് പല പ്രാവശ്യം അത് നശിപ്പിച്ചു കളഞ്ഞു. അത് കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ വലിയ ഭാരമായി തീർന്നു. അതിനുശേഷം താൻ പ്രിയം വെച്ച കർത്താവിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. പ്രിയ കർത്താവിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് കേൾവിക്കാരായ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും അതിൻ്റെ ഉത്തേജനത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും കാരണമായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കർത്താവ് അത് അങ്ങനെ തന്നെ ആക്കി തീർക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ? അതെ, കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, തിരുമേനിയുടെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യവും ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അപ്പാ കർത്താവേ, ഹാലയിൽ നിന്റെ ദാസ്യ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ പ്രസ്താവിപ്പാനുള്ള ദൈവകൃപ നിന്റെ ദാസിയുടെ മേ ദൈവം പകർന്നു കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിൽ നടത്തിയ വിധങ്ങളെ സംസാരിപ്പാന് കർത്താവ് സഹായിച്ചത് കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറുവാന്, ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാനിടയാകട്ടെ. ഞങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന തിരു സാന്നിധ്യത്തിലുള്ള ഞങ്ങളെ ഇരുത്തിയാട്ടാ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, നമ്മോടൊപ്പം എവിടെ നിന്നാണ് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാട്ട്? ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരോടൊപ്പമാണ് ഇപ്പം താമസിക്കുന്നത്? ഇപ്പൊ ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും ഇവിടെ ബാംഗ്ലൂരിൽ. ഓക്കെ. കുഞ്ഞുങ്ങളെ പഠിക്കുമായിരിക്കുമല്ലോ ഇല്ലേ? മകൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ചെറിയൊരു ട്രെയിനിങ് ജോലിയിലായിരിക്കുവാണ്. മോളി ഡിഗ്രി 3rd ഇയർ പഠിക്കുവാണ്. ഓക്കെ. കർത്താവ് കുടുംബമായി നിങ്ങളെ സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ. ഞാൻ കർത്താവിന്റെ ദാസിക്ക് അത് നൽകി തരികയാണ്. ദൈവദാസിക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ 10 വർഷമായി ബാംഗ്ലൂരിന്റെ പട്ടണത്തിലായിരിക്കുന്നു. കർത്തൃവേലയോടനുബന്ധിച്ച് 2015 ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നത്. 2022 ഡിസംബർ 18 സൺഡേ വരെ കർത്തൃവേലയിൽ കർത്താവ് ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുവാനും അനേക ആത്മാക്കളെ നേടുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. 2022 ഡിസംബർ 19 രാവിലെ അപ്രതീക്ഷിതമായ പ്രിയ സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ ചെറിയ ബാല്യകാലം ഒന്ന് പറയാന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞാട്ട്. ഓക്കെ. ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ഞങ്ങൾ 6 മക്കള്. അതിൽ 6ാമത്തെ മകളാണ് ഞാൻ. 5 പെൺമക്കളും 1 മകൻ. ഏറ്റവും ഇളയാളാണ് ഞാൻ. ദൈവത്തിന്റെ കൃപയാൽ നല്ല വിദ്യാഭ്യാസം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. വിദ്യാഭ്യാസാനന്തരം വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് കർത്തൃവേലയിൽ ഡെറാഡൂണിന്റെ പ്രദേശത്ത് കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. അവിടെ ഏകദേശം 3-3.5 വർഷക്കാലം കർത്താവിന്റെ വേലയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്
ഞങ്ങൾ 2022 വരെയും കർത്തൃവേലയിൽ തന്നെ തുടരുവാൻ ദൈവം സഹായിച്ചു. ഓക്കെ ഓക്കെ സിസ്റ്റർ, ഈ കർത്തൃവേലയിലായിരുന്ന സമയങ്ങളിലൊക്കെ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും എങ്ങനെ കർത്തൃവേലയിലോട്ട് കടന്നു വന്നു, എങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി തീർന്നു, അതൊക്കെ ഒന്ന് പങ്കുവച്ചാൽ നമുക്കതൊരു അനുഗ്രഹമായി തീരും, മറ്റുള്ളവർക്കതൊരു ഉത്തേജനമായി തീരും. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ PYP ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മിഷൻ ചലഞ്ച് മെസ്സേജുകൾ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കുടുംബത്തിലാണോ ജനിച്ചു വളർന്നത്? ഞാനൊരു IPC ബാക്ക്ഗ്രൗണ്ടില് എൻ്റെ മാതാപിതാക്കൾ അവരുടെ സാമുദായിക സഭകൾ വിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ IPC സഭയുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ജനിച്ച മുതൽ IPC സഭയുടെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നത്. അതിനുശേഷം സൺഡേ സ്കൂളും PYPയിലും എല്ലാം സജീവമായി പങ്കെടുത്തു. ദൈവത്തിന്റെ കൃപയാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു PYP ക്യാമ്പിൽ വെച്ച് അഭിഷേകം പ്രാപിച്ചു ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് 9th 10th പഠിക്കുന്ന പിള്ളേർ ചേർന്നാണ് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചത്. ആ സമയം മുതൽ തന്നെ കർത്തൃവേലയിൽ പങ്കാകാൻ ആഗ്രഹമാണ്. എന്നാലും ഒരു നല്ല ജോലി സമ്പാദിച്ച് ഒരു ജോലി ചെയ്ത് കർത്തൃവേലയും ചെയ്യാനുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ ബാല്യപ്രായം മുതൽ. കാരണം വിദ്യാഭ്യാസ സമയത്ത് ഒരുപാട് കഷ്ടതകൾ വേദനകളിൽ കൂടിയൊക്കെ കടന്നുപോയി. 10th ഞാൻ കഴിഞ്ഞപ്പോൾ തന്നെ, കാരണം വീട്ടിലെ ഏറ്റവും ഇളയ ആളായതുകൊണ്ട് 10th പാസ്സായി, ഫസ്റ്റ് ടൈമിൽ പാസ്സായപ്പോൾ തന്നെ പിതാവ് പറഞ്ഞു ഇനി മുന്നോട്ട് പഠിപ്പിക്കുവാൻ സാധ്യമല്ല, ടൈലറിങ് അതുപോലെ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അഭ്യസിച്ചിട്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ പറയുമ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിന് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ. അപ്പോൾ എനിക്ക് പഠിക്കണമെന്നുള്ള വളരെ ആഗ്രഹത്തോടു കൂടി ഞാൻ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ട്യൂഷൻ ആരംഭിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത കൃപയാൽ പ്രീ-ഡിഗ്രി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം നന്നായിട്ട് പാസ്സായി. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ BA മലയാളം ലിറ്ററേച്ചർ എടുത്തത്. BA ഹൈ ഫസ്റ്റ് ക്ലാസ്സിലന്ന് പാസ്സായി. ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ബാല്യപ്രായത്തിൽ തന്നെ ഒരു ടീച്ചർ ജോലി എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ മെറിറ്റിൽ B.Ed അഡ്മിഷൻ ലഭിച്ചു. B.Ed ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ PGയും ചെയ്തു. ഏകദേശം ഒരു 8-10 months, 1 year, ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു സ്കൂളിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കവെയാണ് എനിക്ക് അലയൻസ് മാരേജിനായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ക്രമീകരിച്ചു. അന്നേരം ഹസ്ബൻഡ് മലപ്പുറത്ത് നിലമ്പൂർ ചോയ്ക്കുളക്കട എന്ന് പറയുന്ന ദേവദാസിൻ്റെ കീഴിൽ ന്യൂ ഹോപ്പ് ബൈബിൾ കോളേജിൽ അധ്യാപകനായിരിക്കുന്ന സമയത്താണ് മാരേജിനായി അലയൻസ് വന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടു. ദൈവം അത്ഭുതമായി ഞങ്ങളെ നടത്തി. ആമേൻ. ഓക്കെ സിസ്റ്റർ, പിന്നെ കുടുംബജീവിതത്തിൽ ഫസ്റ്റ് മിനിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു. മിനിസ്ട്രി മാരേജ് 2000 May 17 ആയിരുന്നു ഞങ്ങളുടെ മാരേജ്. അത് കഴിഞ്ഞ് വെറും 4 മാസം മാത്രമേ ഞങ്ങൾ നാട്ടിൽ താമസിച്ചുള്ളൂ. ദൈവത്തിന്റെ പ്രത്യേക ഗൈഡൻസ് പ്രകാരം ഞങ്ങൾ കടന്നുപോയത് ഡെറാഡൂണിലെ രാജ്പൂർ എന്ന സ്ഥലത്ത്. ഏകദേശം 2.5-3 വർഷത്തോളം കർത്തൃവേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ ആയിരിക്കുമ്പോൾ ഫസ്റ്റ് മോനെ പ്രഗ്നൻ്റ് ആയി. ആ സമയത്ത് 7 months എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. രാജ്പൂരിലായിരിക്കുമ്പോഴാണ് ഏകദേശം 23 days ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോയി. എങ്കിലും അവിടെയും ദൈവത്തിൻ്റെ അത്ഭുതകരം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. യാതൊരു ഊനവുമില്ലാതെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കപ്പെട്ടൊരാണ് തലമുറയെ ദാനമായി തന്നു. കുഞ്ഞുമായി പിന്നെയും അവിടെ കടന്നുപോയി. അവിടെ മിനിസ്ട്രിയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഔട്ട്റീച്ച് മിനിസ്ട്രിക്കും പോകുമായിരുന്നു. വൈവോം ബേസ്ഡ് അവിടെ മെയിനായിട്ട് വൈവോമിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വൈവോമിലെ സ്റ്റാഫായിരുന്നു. ഞാനും ഓഫീസ് വർക്കൊക്കെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടായിരുന്നു ഞങ്ങൾ ഗ്രാമത്തിൽ മിനിസ്ട്രിക്കും പോകുമായിരുന്നു. ആ സമയത്തും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 2003 ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി വന്നു. ആമേൻ. ഓക്കെ സിസ്റ്റർ, വൈവാം എന്ന് പറഞ്ഞാൽ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. വൈവാമിനെ കുറിച്ച് എനിക്കത്ര അറിവില്ല. എന്താണ് അവരുടെ ഇതെന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു വൈവാം മറ്റുള്ള ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ട് തോന്നുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുക അങ്ങനെ അവർ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? വൈവാമില് ഞാൻ കോഴ്സ് ചെയ്തിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് 2 കോഴ്സ് ചെയ്ത ആളാണ്. പുള്ളിയുടെ സ്റ്റാഫായിരുന്നു. ഞാൻ ചെറിയ ഹെൽപ്പ് അങ്ങനെയൊക്കെ ഇത് ചെയ്യുമായിരുന്നുള്ളൂ. അവരുടെ പറഞ്ഞാല് കർത്താവിനെ അറിയാത്ത ദേശങ്ങളിൽ കർത്താവിനെ പ്രസംഗിക്കുക, കർത്താവിനെ പരിചയപ്പെടുത്തുക, മീൻസ് മറ്റ് ഡിനോമിനേഷൻസ് പോലെ ഓവറായിട്ട് അവർ സ്ട്രെസ് ചെയ്ത് കമ്പൽ ചെയ്യുന്ന ഒരു ഏർപ്പാടല്ല അവർക്കുള്ളത്.
ഇത് ഇതിനെ കർത്താവ് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം അവർ ചെയ്യാറുണ്ട്. ഒത്തിരി ട്രൈബൽസ്, ഒത്തിരി എഡ്യൂക്കേഷൻ ഇല്ലാത്തവരെ കൊണ്ടുവന്ന ഒരു എംപവർമെന്റ്, അവരെ നന്നായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് ഈ ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിലും ട്രൈബൽ ഏരിയാസിലും പോയി യേശുവിനെ അവരെ ഒരു കൾച്ചേർഡ് പീപ്പിൾ ആക്കി തീർക്കുക. മെയിൻ അതാണ് അവരുടെ കൾച്ചർ ഓഫ് തീർക്കുക. അപ്പോ എൻ്റെ ഹസ്ബൻഡ് മാരേജിന് മുമ്പ് തന്നെ ഒരു 7-8 വർഷം വൈവാമിലെ സ്റ്റാഫ് ആയിരുന്ന ആളാണ്. മാരേജിന് ശേഷം ഞങ്ങൾ വെറും 3 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്ന ശേഷവും കോട്ടയത്തായിരുന്നു ഒരു 8 years. അന്നേരം ഞാൻ അവിടെ അധ്യാപികയായിട്ട് പ്രൈവറ്റ് സ്കൂളിൽ 2 സ്കൂളിലും എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്തു. ഹസ്ബൻഡ് അന്നേരം നോർത്ത് ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്റ്റേറ്റിലും പോയി 1 week വൈവാമിൻ്റെ ടീച്ചിങ്ങിനായി പോകും. പിന്നെ ഒരു 10-20 ദിവസം നിന്ന് അവിടെ ഔട്ട്റീച്ച് മിനിസ്ട്രി ചെയ്യുക. തൻ്റെ മെയിൻ എയിം എന്ന് പറയാം യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക, മറ്റുള്ളവരോട് പറഞ്ഞാണെങ്കിലും അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുക, അവരെ ഒന്ന് കൈപിടിച്ച് മുകളിലേക്ക് കയറ്റുക, അങ്ങനെ ഒരു എയിമുള്ള അത് തൻ്റെ അന്ത്യശ്വാസം വരെയും ആ ശുശ്രൂഷ ചെയ്തിട്ടാണ് പോയത്. ഇങ്ങനെ ഈ ശുശ്രൂഷ അനേക സ്റ്റേറ്റുകളിൽ പോയെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് എന്തെങ്കിലും ശുശ്രൂഷയിൽ എന്തെങ്കിലും എതിർപ്പുകളോ എന്തെങ്കിലും അത്ഭുതങ്ങളോ അങ്ങനെ ശുശ്രൂഷ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദേവദാസൻ? ഒറീസ കന്തമാലിൽ പോയിട്ടുണ്ട്. ആഗ്രഹാം സ്റ്റേറ്റ്സ് അവരെ ചുറ്റൂർ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒത്തിരി പ്രതികൂലങ്ങൾ അവിടെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോട് പീഡനങ്ങൾ അനുഭവിച്ച് പപ്പയ്ക്ക് അങ്ങനെ പീഡനങ്ങളൊന്നും ഏറ്റതായിട്ട് എന്നോട് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതുപോലെ ഒരു ഇച്ചിരി ഭയമുള്ള ആളാണ്. എന്നോടും മക്കളോടും ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പാസ്റ്റേഴ്സ് വളരെ ത്യാഗപൂർണമായ സേവ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതും പിന്നെ താൻ പോകുന്നത് വൈവാമിന്റെ ടീച്ചിങ്ങിന് വേണ്ടിയാണ്. പക്ഷെ അവിടെ കിട്ടുന്ന നന്മ മുഴുവനും അവിടുത്തെ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പാസ്റ്റേഴ്സിന് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, അവർക്ക് റേഷൻ സാധനങ്ങളില്ലെങ്കിൽ വാങ്ങിക്കൊടുക്കുക. പഞ്ചാബിൽ ഒത്തിരി എതിർപ്പ് നേരിട്ട് ഒരുപാട് പ്രയാസമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ശാരീരിക പീഡനം ഏറ്റതായിട്ട് എന്നോട് മക്കളോട് ഷെയർ ചെയ്തിട്ടില്ല. കിട്ടിയൊന്നും എനിക്ക് അറിയത്തില്ല. വെസ്റ്റ് ബംഗാളിലൊക്കെ വളരെ കഷ്ടതയോടുകൂടെ ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്റ്റേറ്റിലും ഹസ്ബൻഡ് മിനിസ്ട്രിക്കായി പോയിട്ടുണ്ട്. വളരെ ഒന്നും കാണത്തില്ല, എംപ്റ്റി പേഴ്സണായിട്ട് ആ വീട്ടിൽ വരും. അന്നേരം ഞങ്ങൾ 2 പേരും വഴക്ക് വിട്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് കോട്ടയത്ത് താമസിക്കുമ്പോൾ റെന്റ് ഹൗസാ. എൻ്റെ പ്രൈവറ്റ് സ്കൂളിലെ തുച്ഛമായ അന്നേരം പറയും നെക്സ്റ്റ് വീക്ക് അല്ലേ വാടക കൊടുക്കണ്ട, അല്ലെ കുഞ്ഞുങ്ങളുടെ ഫീസ് നെക്സ്റ്റ് വീക്ക് അല്ലേ, അന്നേരം ദൈവം കരുതും. പക്ഷെ ആ സമയത്തെല്ലാം ദൈവത്തിന്റെ ഒരുപാട് പറഞ്ഞു തീരാത്ത കരുതൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ വേല തീർത്തു നിത്യത്തിൽ വിശ്രമിക്കുന്നു എങ്കിൽ അതൊരു വലിയ ടെസ്റ്റ് മണിയാണ്. എനിക്ക് എവിടെ പറയാനും എനിക്ക് ലജ്ജയില്ല. സിസ്റ്റർ 1-2 അനുഭവങ്ങളൊന്ന് പറഞ്ഞാട്ടെ. കർത്താവ് അങ്ങനെ നടത്തി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് 1-2 ഒന്ന് പറഞ്ഞാട്ടെ ഓർമ്മയിലുള്ളത്. കർത്താവ് നടത്തിയ വിധങ്ങളെന്ന് പറഞ്ഞാൽ വൈവാമിലായിരുന്നെങ്കിലും അന്നേരം ഞങ്ങൾ ഡെറാഡൂണിലായിരിക്കുമ്പോൾ ഒരു 4,000 rupees പപ്പിക്ക് സാലറി ഉള്ളു. പക്ഷെ ഫുഡ് അക്കോമഡേഷൻ ഫ്രീ. ആ സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴും ചിക്കൻ ബോക്സ് വന്നപ്പോഴും ഒക്കെ ദൈവം അറിയാത്ത വഴികളിൽ കൂടെ നടത്തി. അതിനുശേഷം ഞങ്ങൾ കോട്ടയത്തായിരുന്നപ്പോഴും ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നെങ്കിലും കുറഞ്ഞ 10,000 താഴത്തെ സാലറിയേ ഉള്ളൂ. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രിക്ക് പോയി മിനിസ്ട്രിയിൽ ആൾ ഫുൾ ഹാപ്പിയാണ്, ഫുൾ എൻഗേജ്ഡ് ആണ്. ഫിനാൻഷ്യലി ഒരു നോട്ടം, ആ ലാസ്റ്റ് ശ്വാസം വരെ ഫിനാൻഷ്യലി നോട്ടമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ ബാലൻസ് വയ്ക്കാതെ പോയി. പക്ഷേ ഇന്നുവരെയും കർത്താവ് കൈവിട്ടിട്ടില്ല. അതൊരു വലിയ സാക്ഷ്യമാണ്. ഞങ്ങൾ കോട്ടയത്തായിരിക്കുന്ന സമയത്ത് പല സമയം വാടക കൊടുക്കാൻ പ്രയാസപ്പെട്ട അനേക സമയങ്ങളുണ്ട്. എല്ലാവരും നോക്കുമ്പോൾ ഒപ്പം നോർത്ത് ഇന്ത്യ മിനിസ്ട്രിക്ക് പോയിരിക്കുക, ഞാൻ സ്കൂളിൽ പോവാം. പക്ഷേ 2-3 അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഒരു പ്രാവശ്യം 40 days പഞ്ചാബിൽ മിനിസ്ട്രി കഴിഞ്ഞ് പപ്പ കടന്നു വന്നപ്പോൾ വെറും 300 rupees ആ പേഴ്സിലുള്ളത്. 3,500 രൂപ വാടക കൊടുക്കണം. ഞാൻ ഇച്ചിരി ചേർത്ത് ഇങ്ങനെ വെച്ച് 2,500 മാത്രമേ വീട്ടിലുള്ളൂ ഒരു പ്രാവശ്യം. അപ്പൊ നെക്സ്റ്റ് ഡേ വാടക കൊടുക്കാൻ ഓണർ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ 1,000 rupee പോലും ഇല്ലേ, ഇത്രയും നാൾ പോയിട്ട് വന്നിട്ട് ഞാൻ എന്താ പറയണ്ടേ? അന്നേരം എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് വരുന്നതിനകം ദൈവം ഒരു അത്ഭുതം ചെയ്യും.
നാളെ തന്നെ വാടക കൊടുക്കാൻ പറ്റും, നീ ധൈര്യമായിട്ട് പോകുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം വീടിൻ്റെ കുറച്ച് അകലെ എത്തുമ്പോഴേ പുറത്തൊരു ഷൂ ഉണ്ട്, ഒരു കുടയുണ്ട്. അപ്പം ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് വരുക. അന്നേരം ഞാൻ ഓർത്തു, ദൈവമേ ആരോ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും പപ്പ ചപ്പല ഇട്ടിട്ട് പോയി ഷൂ ആണെങ്കിലും അകത്തേ എടുത്തുള്ളൂ, ആ പുറത്തിടാറില്ല. അപ്പം ഞാൻ വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു ദേവദാസൻ വീട്ടിലിരിക്കുക. പുറത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട്. അത് എന്തുവാന്ന് അതിശയിച്ച് ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിലും അല്പം അധികമായ തുക ആ ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ കൊടുത്തു. ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ വാടകയും കൊടുത്തു, അല്പം എക്സ്ട്രാ കാശ്. പപ്പയ്ക്ക് നെക്സ്റ്റ് UP വടക്കേ ഇന്ത്യയിൽ പോകേണ്ടതിനുള്ള യാത്രക്കൂലിയും കൂടെ അതിലുണ്ടായിരുന്നു. അതുപോലെ കോട്ടയത്തായിരിക്കുമ്പോൾ വാടക കൊടുക്കാൻ ഒരു മാസം ഭയങ്കര വിഷമത്തോടിരുന്ന സമയം, ഒട്ടും പൈസയില്ല. കുഞ്ഞുങ്ങളുടെ ഫീസ് ആ മാസം പേ ചെയ്യണം, വാടക കൊടുക്കാൻ 3500 രൂപ വേണം. അപ്പം നോർത്ത് ഇന്ത്യ മിനിസ്ട്രിക്ക് പോയിട്ട് സന്തോഷമായിട്ട് മിനിസ്റ്റർ ചെയ്തിട്ട് വന്നു. പക്ഷെ വാടക കൊടുക്കാൻ പൈസയില്ല. സർവശക്തൻ്റെ കൃപയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. തലേ ദിവസം ഒരു ദേവദാസൻ, ഞങ്ങളെ അറിയാവുന്ന ഒരു ദേവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തോട് ദൈവാത്മ ഇടപെട്ടു. നാളെ അവർക്ക് വാടക കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അവരുടെ കയ്യിൽ പൈസയില്ല. ഞങ്ങൾക്ക് വാടക കൊടുക്കേണ്ട സെയിം തുക ആ ദേവദാസൻ ഒരു കവറ് പപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയി. അങ്ങനെ രണ്ടനുഭവം. അതുപോലെ കോട്ടയത്തായിരിക്കുമ്പോൾ 1000 രൂപ ഒരു പ്രാവശ്യം കുറഞ്ഞപ്പോൾ ഒരമ്മച്ചിയോട് ദൈവാത്മാവ് സംസാരിച്ചു. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയം പ്രൈവറ്റ് സ്കൂളിലാണ്, വെറും 6500 എനിക്ക് സാലറി ഉള്ളൂ, 3500 വാടക, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കണം, ചെലവുകളെല്ലാമാണ്. അന്നേരം ഞാൻ ബസ് ഇറങ്ങുന്ന നോക്കി നിന്നൊരു അമ്മച്ചിയോട് ദൈവാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ സംസാരിച്ചിട്ട് എനിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും പൈസ അമ്മച്ചി എൻ്റെ കയ്യിൽ തന്നു. അതുപോലെ എത്രയോ അനുഭവങ്ങൾ. പിന്നെ ഞങ്ങൾ കോട്ടയത്ത് താമസിക്കുമ്പോൾ പല ദേവദാസിമാർ, പല അമ്മച്ചിമാർ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇല്ലായ്മയോ ഒന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഫുഡിനൊക്കെ വളരെ ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ട്, പപ്പ കൂടെ കാണത്തില്ല. പക്ഷെ അന്നേരം ഏതെങ്കിലും നല്ല കൃപയുള്ള ഒരു 3-4 അമ്മച്ചിമാർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ പറയും, മോനെ ഞായറാഴ്ച ആരും കാണാതെ എന്നോട് ഒന്ന് വിഷയത്തിൽ പറയും, മോനെ കുഞ്ഞുങ്ങൾക്ക് ഫുഡില്ലാതെ ഒരിക്കലും ഇരിക്കില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. എന്നിട്ട് ഒരു അമ്മച്ചി, ഹോട്ടൽ നടത്തുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ മകനും മരുമകളും ഉണ്ടെങ്കിൽ അവർ പൈസ മേടിക്കും, ഇല്ലെങ്കിൽ ആ കവറിൽ തിരിച്ചു കൊടുത്തയക്കുമെന്ന്. അവരുടെ അതുപോലെ എന്നിട്ട് ഞങ്ങൾ രാവിലെ വിട്ടയക്കും. തീരെ വയ്യാത്തപ്പോഴോ എന്തെങ്കിലും അർജന്റ് ഉണ്ടപ്പോൾ ഞാനൊരു 20-30 രൂപ മോൻ്റെ കൈ കൊടുത്തിട്ട് അവിടെ വിട്ടയച്ചാൽ മകനും മരുമകളും ഉണ്ടെങ്കിൽ അമ്മച്ചി ആ പൈസ എടുക്കും, പിന്നെ അമ്മച്ചി എൻ്റെ കയ്യിൽ തരും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് ഈ കവറിൽ അമ്മച്ചി ആക്കിയിട്ട് ഈ പൈസ അതിൻ്റെ പുറത്ത് വെച്ച് അമ്മച്ചി ഇങ്ങനെ അയക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കോട്ടയത്ത് വെച്ചുണ്ട്. കോട്ടയത്തെ അനുഭവം അങ്ങനെ. കോട്ടയത്ത് പിന്നുള്ള ശുശ്രൂഷ മണ്ഡലം എങ്ങോട്ടായിരുന്നു? കോട്ടയത്ത് നിന്ന് പിന്നെ എങ്ങോട്ടാ പോയി? കോട്ടയത്ത് ഞങ്ങൾ 7.5 വർഷം ഉണ്ടായിരുന്നു. 7.5 വർഷവും ഞാൻ ജോലി ചെയ്യായിരുന്നു. ആദ്യം പാമ്പാടി ക്രോസ് റോഡ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചില വർഷങ്ങൾ വർക്ക് ചെയ്തു. പിന്നെ പുതുപ്പള്ളി സോഫിയ ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ 2015 ഓഗസ്റ്റിലാണ് റിസൈൻ ചെയ്ത് ബാംഗ്ലൂരിലേക്ക് വന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവൻ കർത്തൃവേലയിൽ കമ്പാഷനിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അപ്പോൾ 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആരാധനയുടെ ഇടയ്ക്ക് വന്ന് പ്രോഫസ് ചെയ്തു, നീ ഇവിടെ മിനിസ്റ്റർ ചെയ്ത് നിൽക്കേണ്ട ആളല്ല, നിനക്ക് വടക്കേ ഇന്ത്യയിലോട്ടുള്ള ശുശ്രൂഷയ്ക്ക് ദൈവവിളി. അങ്ങനെ കമ്പാഷനിലെ ജോലി റിസൈൻ ചെയ്തു അദ്ദേഹം. വടക്കേ ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2008 മുതൽ 15 വരെ കോട്ടയത്തുണ്ടായിരുന്നു. ദൈവശബ്ദം പലരിൽ കൂടെ എന്നോട് സംസാരിച്ച് കുടുംബമായിട്ടൊരു മിനിസ്ട്രിക്ക് വിളിക്കപ്പെട്ട ഒരു കുടുംബമാണ്. പക്ഷേ കേരളത്തിന് പുറത്താണ്. 2013 ഞാൻ സോഫിയ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പല ക്ലാഷസ് സ്കൂളിലാണെങ്കിലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നു. അങ്ങനെ ചെറിയ ചെറിയ മാനസിക സംഘർഷങ്ങൾ. അപ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ ഈ ഫീൽഡിൽ തുടരേണ്ട ആളല്ല. അങ്ങനെ പല പ്രാവശ്യം ദൈവാത്മാവ് എനിക്ക് ദർശനം തരുന്നു. ഹസ്ബൻഡിനോടൊത്ത് മിനിസ്റ്റർ ചെയ്യുന്നത്, ഗ്രാമങ്ങളിൽ പോകുന്നതൊക്കെ പല വിഷൻസ് ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഇരിക്കും 2013 മുതൽ കഠിനമായ ദൈവശബ്ദം തരുവാൻ തുടങ്ങി. നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. പക്ഷേ കുടുംബമായ ഒരു മിനിസ്ട്രി ഉണ്ട് ഔട്ട് ഓഫ് കേരള. 2013 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന സമയം
2015 ജൂൺ മാസത്തിൽ ഞങ്ങളായിരുന്നു IPC അബനേസർ വടവാതൂർ സഭയിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടന്നു. 40 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ നടക്കുമ്പോൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുവാണ്. മോൻ 9th കയറി, മോള് 6th കയറി. അപ്പോൾ 6ാം ദിവസം റാന്നിന്ന് വന്നിട്ട് ദേവദാസിനെ കൂടി ദൈവശബ്ദം ഉണ്ടായി. ദൈവസംഘയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് 40 തികയും മുമ്പ് വ്യക്തമായ മറുപടി ദൈവം തരും. ഇതാണ് ശരിക്കും എനിക്ക് ഹൃദയസ്പർശിയായിട്ട് കിട്ടിയ ഒരു ഇത്. അപ്പം ഞാൻ ദൈവമേ ഈ 40 ഡേയ്സ് തീരും മുന്നേ, കാരണം എല്ലാത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ICC സിലബസാണ്. 9th സ്റ്റാർട്ടായി നമ്മുടെ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10th കഴിയാതെ ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ 2 ഇയർ. അപ്പം എനിക്കിങ്ങനെ മനസ്സിൽ ഭയങ്കര ഹൃദയഭാരം. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നോർത്ത് ഇന്ത്യയിലെല്ലാം പോകുന്നു, മിനിസ്റ്റർ ചെയ്യുന്നു, ഞാനിങ്ങനെ ജോലി നടക്കുന്നു, വേണ്ട ശമ്പളമില്ല, കാര്യങ്ങൾ ഭയങ്കര ടൈറ്റാണ്. പക്ഷെ ദൈവം നടത്തുന്നുണ്ട്. ഒരു നേരം പട്ടിണിയില്ല, കാര്യങ്ങളൊന്നും മുടങ്ങുന്നില്ല, ദൈവം അത്ഭുതമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും 2 ഫീൽഡിലാണ്. വളരെ പ്രയാസത്തിൽ കൂടി ഭാരത്തിൽ കൂടി ഒക്കെ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാഷ്വൽ ലീവ് അല്ലെങ്കിൽ ഞാൻ സിക്ക് അല്ലെങ്കിൽ സിക്ക് ലീവ് എടുത്ത് ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കും. കാരണം അതുപോലെ മാനസികമായി ഒരു ഭയങ്കര സ്ട്രഗിളിൽ കൂടെ പോകുന്ന സമയങ്ങളായിരുന്നു ഈ 2013 മുതൽ 14-15 ഓഗസ്റ്റ് വരെ. അപ്പോൾ അന്ന് ആ ഉപവാസ പ്രാർത്ഥന എന്നപ്പോൾ രാജേഷ് ഏലപ്പറ അദ്ദേഹം വ്യക്തമായിട്ട് ദൈവാത്മ പ്രവചിച്ചു, നിന്റെ സ്ഥാനത്ത് നീ മാത്രം, നിനക്ക് പകരം ഒരാളില്ല. ഇതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഞാൻ 4 ദിവസം കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് എടുത്തു. അപ്പോൾ ഷുഗറൊന്നുമില്ല, നല്ല ആരോഗ്യത്തോടെ ഇരുന്നു. ഞാൻ 4 ദിവസം ഫാസ്റ്റിംഗ് എടുക്കും. ദൈവാത്മാവി ഓരോ വരുന്ന ദൈവദാസന്മാരുടെ ആ വചനം മുഴുവൻ എന്നോടിങ്ങനെ ഇടിവെട്ടുന്ന പോലെ മുഴങ്ങുക. നീ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ 36ാമത്തെ ദിവസം, 40 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ, 36ാമത്തെ ദിവസം എനിക്കിനി സ്കൂളിൽ പോകാൻ വയ്യ. ആ ഒരവസ്ഥയിൽ ദൈവം എന്നെ എത്തിച്ചു. 8th 9th 10th മലയാളം ICSEയുടെ ഞാൻ പഠിപ്പിക്കുന്നത്. കൊച്ചു ക്ലാസ്സിലും 2-3 സെക്ഷനുണ്ട്. എനിക്ക് എങ്ങനെയാ ഒരു റിസൈൻ ലെറ്റർ അവരെ ഏൽപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സർവശക്തനായ ദൈവം എൻ്റെ കരങ്ങളിൽ പിടിച്ചു എന്നെ ബലപ്പെടുത്തിയത് കൊണ്ട് ആ ദൈവശബ്ദത്തിന് മുമ്പ് ഞാൻ അങ്ങ് കീഴടങ്ങി. ആ ദൈവശബ്ദത്തെ പൂർണ്ണമായി ഞാൻ, കർത്താവെ, ഞാൻ ജീവനോ മരണമോ ഇനി എനിക്ക് ജോലി പിന്തുടരാൻ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ആ ഒരു അവസ്ഥ ദൈവം എന്നെ കൊണ്ട് എത്തിച്ചു എന്ന് മാത്രമേ ചുരുക്കി പറഞ്ഞു. ഞാൻ ഓഗസ്റ്റ് 1-ാം തീയതി ഫസ്റ്റ് ജോബ് റിസൈൻ ലെറ്റർ കൊടുത്തയച്ചു. 2-ാം തീയതി കുഞ്ഞുങ്ങൾക്ക് TCക്ക് അപ്ലിക്കേഷൻ കൊടുത്തയച്ചു. ഫാസ്റ്റിംഗ് പ്രയർ തീർന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് 5th. പിന്നെ ഞാൻ 4 ദിവസം ഒന്ന് ഫാസ്റ്റിങ്ങിൽ തന്നെ ഇരുന്നു. പക്ഷെ വരുന്ന ദേവദാസന്മാരിൽ നിന്ന് മുഴുവനും ദൈവശബ്ദമാണ്. ഇത് ദൈവത്താലുണ്ടായ തീരുമാനം. അന്നേരം ഹസ്ബൻഡ് ഇല്ല, കേരളത്തിലില്ല. ഞാൻ ഉടൻ തന്നെ വിളിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം നോർത്ത് ഇന്ത്യയിലായിരുന്നു. ബാംഗ്ലൂരിലേക്ക് അദ്ദേഹത്തിന് കർണാടക ദൈവശബ്ദം വ്യക്തമായി തന്നു, കർണാടക സ്റ്റേറ്റ് ഇതിനിടയിൽ. അപ്പോൾ ബാംഗ്ലൂരിൽ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് സംസാരിച്ചു. അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. ഒരു വീടിൻ്റെ കാര്യം, നീ പൂർണ്ണ സമ്മതമാണോ? പിന്നെ എന്തെങ്കിലും വിഷയമുണ്ടായാലും ഞാനാണ് പറഞ്ഞതെന്ന് നീ പറയല്ലേ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൂർണ്ണ സമ്മതമാണ്. ഞാൻ എൻ്റെ ദൈവശബ്ദം എൻ്റെ ഹൃദയങ്ങളിൽ മുഴങ്ങിയിട്ടാണ് ഞാൻ റിസൈൻ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ മലയാളം ലിറ്ററേച്ചർ എടുത്ത് ദൈവം എനിക്ക് ആ സമയം ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ റിസൈൻ ലെറ്റർ എഴുതാൻ കൃപ തന്നു. നെക്സ്റ്റ് ഡേ കുഞ്ഞുങ്ങൾക്ക്, കാരണം കൊച്ചു ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, 7th വരെ ഇംഗ്ലീഷും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം എനിക്ക് അതിനുള്ള കൃപ തന്നു, എറവില്ലാതെ. 2 ദിവസം കൊണ്ട് റിസൈൻ ലെറ്ററും TC അപ്ലിക്കേഷനും കൊടുത്തയച്ചു. ഞാൻ ഫോൺ 4 ദിവസവും സ്വിച്ച് ഓഫ് ചെയ്തിട്ടു. സ്കൂളിൽ നിന്ന് എനിക്ക് എന്തോരം ഫോണാണ്. പിന്നെ ഞാൻ ഫാസ്റ്റിംഗ് പ്രയർ 40 കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം പോകുമ്പോൾ അവർക്ക് ഒരുപാട് ഷോക്കായി ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ. പിന്നെ മാനേജിങ് ഇൻചാർജ് ഒരു പെന്തക്കോസ്ത വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെന്ത് ചെയ്ത കുഞ്ഞുങ്ങളെ TC തരത്തില്ല. കാരണം ഓഗസ്റ്റിലാണ് ഞാൻ റിസൈൻ ലെറ്റർ കൊടുക്കുന്നത്. ഓഗസ്റ്റ് 31-നകത്ത് ICSEയുടെ രജിസ്ട്രേഷൻ നടക്കുക. ഭയങ്കര ഒരു ക്രൂഷ്യൽ ടൈമിലാണ് ഞാൻ റിസൈൻ ചെയ്തത്. അവർക്ക് രജിസ്റ്റർ ചെയ്യണം. കുഞ്ഞിൻ്റെ അടുത്ത അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വളരെ പ്രയാസം അനുഭവിച്ചു. പക്ഷെ അന്നിരുന്ന ദേവദാസൻ പ്രാർത്ഥിച്ച്, ഞങ്ങൾ 3 പേരും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ദൈവശബ്ദത്തിൻ്റെ മുന്നിലല്ലേ ടീച്ചർ ജോലി റിസൈൻ ചെയ്തത്, അതുകൊണ്ട് അഡ്മിഷൻ്റെ കാര്യം ദൈവം ക്രമീകരിക്കും. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും
ആദ്യമായിട്ട് കോട്ടയത്ത് നിന്ന് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ബാംഗ്ലൂരിലേക്ക് വന്നു. കുഞ്ഞുങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതാൻ പപ്പ ബാംഗ്ലൂര് മജസ്റ്റിക്കിൽ വന്നു. ഞങ്ങളെ കൊണ്ടുവന്നു, ഓട്ടോ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി കുറേ അലഞ്ഞ് ഒരു ICSC സ്കൂള് കണ്ടെത്തി. സർവശക്തന്റെ അത്ഭുത കൃപയാൽ അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു മലയാളിയായിരുന്നു. ഇവിടെ ജനിച്ചു വളർന്നത്, കന്നഡ നന്നായിട്ട് സംസാരിക്കും, ബട്ട് പാരൻസ് മലയാളത്തിലെല്ലാം സംസാരിച്ചു. കുഞ്ഞുങ്ങൾക്ക് എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾ സെലക്റ്റഡ് എന്ന് അറിയിച്ചു. എല്ലാ സാധനങ്ങളും ഒരു പാവപ്പെട്ട നോയിഡയിൽ ആയിരുന്ന ഒരു ദേവദാസന് ഞങ്ങളുടെ മുഴുവൻ സാധനങ്ങളും കൈമാറിയിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ 2-3 പാത്രങ്ങളും എടുത്ത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അത്യാവശ്യം എടുത്ത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് ആ കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തത്. അതാണ് മിനിസ്ട്രിയുടെ ആരംഭം. ഒരാഴ്ചക്കകം ഒരു മലയാളി ബ്രദർ ഒരു വീടിന്റെ കാര്യം എല്ലാം പപ്പയ്ക്ക് ക്രമീകരിച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ മിനിസ്ട്രി തുടങ്ങുവാനിടയായിത്തീർന്നു ബാംഗ്ലൂരിൽ, ഇല്ലേ? അതെങ്ങനെയാണെന്ന് പറഞ്ഞാട്ടോ. ഇവിടെ വന്നു ഒരു വീട് വാടകയ്ക്ക് എടുത്തു, താമസം ഉറപ്പിച്ചു. അതിലും രസം, എൻ്റെ പേരിൽ എൻ്റെ പപ്പാത്തുന്ന ഒരു ചെറിയ ലാൻഡ് ഉണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് അത് വിറ്റു. ഒരാഴ്ച അത് വേറെ ചുമ്മാ കൊടുത്തായിരുന്നു. ഒരു 3 lakhs സംതിങ്ങേ കിട്ടിയോളൂ. ഇന്നത് 25 lakhs വാല്യൂ ഉണ്ട്. അത് പോട്ടെ, അത് വിറ്റു. അവിടുത്തെ സ്കൂളിലെ കാര്യങ്ങള് കംപ്ലീറ്റ്, ആ വർഷത്തെ ഫീസ് അടയ്ക്കാതെ അവർ TC തരത്തില്ല. അത് ഫീസ് ക്ലിയർ ചെയ്തു. ഇവിടുത്തെ ഫീസ്, ഒരു വർഷത്തെ ഫീസ് അടച്ചാലേ ഇവർ അഡ്മിഷൻ തരുമെന്ന് പറയാം. 88,000 രണ്ടുപേർക്കും. കാരണം ബാംഗ്ലൂർ 2015 കാര്യമാണ്. 88,000 ഇവിടെ ഫീസ് അടച്ചു, അവിടുത്തെ ഫീസ് അടച്ചു. ഇവിടെ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ 50,000. ഒരു വെഹിക്കിൾ ഇല്ലായിരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ എടുത്തു. 1 വീക്കിനകം ഇതെല്ലാം നടന്നത്. എൻ്റെ സഹോദരങ്ങളോ എൻ്റെ പപ്പ ഇല്ല, അമ്മ മാത്രം അറിഞ്ഞു. അതിൽ ഇന്നും ഭയങ്കര അമർഷം സഹോദരങ്ങളിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് മറ്റൊരു ചാപ്റ്റർ. പക്ഷെ അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ അത്ഭുതമായിരുന്നു. കടന്നു വന്നു, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ എടുത്തു. മോൻ 9th അവിടെ ക്വാർട്ടർലി എക്സാം ഏകദേശം സ്റ്റാർട്ടാകുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഏകദേശം കൊടുത്തു. ആ സമയത്ത് വന്നു. പക്ഷെ ഒരു കന്നഡ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്താൽ മതിയായിരുന്നു. CC സിലബസ് ആയിരുന്നു. മോള് 6th മോൻ 9th. ദൈവം അത്ഭുതമായ കാര്യങ്ങൾ ക്രമീകരിച്ചു. ആദ്യം ഒരു 2 weeks അവർ ഇച്ചിരി സഫർ ചെയ്തു. പക്ഷെ പെട്ടെന്ന് സർവശക്തന്റെ കൃപയാൽ മാത്രം എല്ലാം അവർക്കത് ഫോളോ ചെയ്യാനുള്ള കൃപ ദൈവം കൊടുത്തു. അവർക്ക് എല്ലാ രീതിയിലും അതിനെ കോപ്പറേറ്റ് ചെയ്യാനുള്ള കൃപ ദൈവം കൊടുത്തു. ടീച്ചേഴ്സ് ആകട്ടെ, സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ ആകട്ടെ, പോയി വരുന്നതാകട്ടെ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഒരു ഫേവർ ഉണ്ടായിരുന്നു. അത് എനിക്ക് അതൊരു ടെസ്റ്റിമണിയുടെ മെയിൻ കാര്യം. കുഞ്ഞുങ്ങളുടെ അഡ്മിഷനും ആ എഡ്യൂക്കേഷൻ്റെതും അവിടെ രണ്ടുപേരും +2 വരെ പിന്നെ ആ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ദൈവം സഹായിച്ചു. അപ്പോൾ അവിടുത്തെ മിനിസ്ട്രി എങ്ങനെയായിരുന്നു സിസ്റ്റർ? അവിടുത്തെ കർത്താവിന്റെ ഞാനും കുഞ്ഞുങ്ങളും ഇങ്ങനെ വന്നു. ഏകദേശം 2-3 മാസം ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്കിവിടെ ഞങ്ങൾ ഇപ്പൊ പോകുന്ന ചർച്ച്, ഇപ്പൊ പപ്പ നിത്യത ചേർക്കപ്പെട്ട ശേഷം ഇപ്പൊ പോകുന്ന ചർച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 kilometer ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ ആ ചർച്ചിൽ പോകുന്ന ഒരു സഹോദരനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങൾ ആ ചർച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്നേരം ഞങ്ങൾ സാക്ഷി പറഞ്ഞു. ഈ മിനിസ്ട്രിയുടെ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ആ ദേവദാസൻ, പാസ്റ്റർ MD വർഗീസ്, ആ ദേവദാസൻ ഇങ്ങനെ മിനിസ്ട്രിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ ഞങ്ങളായിരുന്ന സെന്ററിൽ, ആ സെന്റർ പാസ്റ്റർ NC ഫിലിപ്പ്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളുടെ വിഷൻസ് എല്ലാം ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, എല്ലാം കണ്ടു, എല്ലാം പറഞ്ഞിട്ട് അവർക്ക് അന്നേരം ഏൽപ്പിക്കത്തക്കത് ഒരു സ്ലം മിനിസ്ട്രി മാത്രമേ ആളില്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. 2015 ഏകദേശം അന്നേരം ലാസ്റ്റായി ഒരു സ്ലം മിനിസ്ട്രി. കാരണം അവിടെ നല്ലൊരു മിനിസ്ട്രി നടന്ന സ്ഥലമായിരുന്നു. പക്ഷേ BJP-കാരുടെ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ട് എല്ലാം പൊട്ടി തകർന്ന് അവിടെ ഒരു വേലസ്ഥലം എന്ന് പറയത്തക്ക രീതിയിൽ ഒന്നുമില്ല. ഞങ്ങൾ പ്രവർത്തനത്തിനായി ആദ്യം പോകുന്ന സമയത്ത് സ്നാനപ്പെടാത്ത ഒരു പപ്പായും 3 പിള്ളേരും മാത്രമാണ് അവിടുത്തെ വിശ്വാസി എന്ന് പറഞ്ഞാൽ. അവർ സ്നാനപ്പെടാത്തവരായിരുന്നു. അങ്ങനെ 6 മാസം കഠിന ശോധനയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. അതും ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് 10 kilometer ദൂരെയാണ് യലഹങ്ക എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾ താമസിക്കുന്നത് ഏകദേശം ദാസർഹള്ളിക്കടുത്ത. ഞങ്ങൾ മിനിസ്ട്രിക്ക് പോയത് യലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്ത്. 10 kilometer ദൂരം. പിന്നെ 2 wheeler ഉണ്ടായിരുന്നത് കൊണ്ടും അന്നേരം കയ്യിൽ അല്പ കാശും ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളത് മാനേജ് ചെയ്തു.
ഒരു 6 മാസം വളരെ സ്ട്രഗിൾ ചെയ്തു. ഒരു ചെറിയൊരു റൂം, സെൻട്രയിൽ തന്നെ 2000 വാടക കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സപ്പോർട്ട് തന്നു. 6 മാസത്തെ കഠിന പ്രയത്നത്താൽ പിരിഞ്ഞു പോയ ഓരോരോ ആത്മാക്കൾ തിരിച്ചു വരാൻ തുടങ്ങി. പുതിയതായിട്ട് ആത്മാക്കൾ വരാൻ തുടങ്ങി. ഏകദേശം 1.5 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു 60-70 പേരോളം കൂടുന്ന ഒരു പ്രവർത്തനമാക്കി ദൈവം മാറ്റി തീർത്തു. അതിനിടയിൽ 8 പേര് സ്നാനപ്പെട്ടു, 9 പേര് സ്നാനപ്പെട്ടു. പിരിഞ്ഞു പോയവരും ഓരോരുത്തർ വരാൻ തുടങ്ങി. ദൈവം വളരെ ഒത്തിരി സ്ട്രഗിൾസിലൂടെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അത്ഭുതമായി വളരെ എന്താ പറയാ, ഞങ്ങൾക്ക് ഇൻകം എന്ന് പറഞ്ഞാല് എല്ലാം കൂടെ നോക്കിയാൽ ഒരു 5,000-നകത്തെ മന്ത്ലി ഇൻകം കിട്ടാനുള്ളൂ. പക്ഷെ ഒരു 50,000 കിട്ടുന്നതിനേക്കാൾ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ അവിടെ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആയിരുന്നത്. അതെനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവിടെ സ്ലം മിനിസ്ട്രിയാണ്. ഏകദേശം 240 ഫാമിലീസ് ഉള്ള ഒരു സ്ലം. അതിൽ ഏകദേശം ഫാമിലിയിൽ ഞങ്ങൾ കാല് വെച്ച് കഴിഞ്ഞു. മിനിസ്ട്രി നന്നായിട്ട് ഞങ്ങളെ അവരൊരു സഹോദരങ്ങളെ പോലെ, ഞങ്ങൾ അവരെ വീട്ടിൽ ചേർക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ വരട്ടെ എന്ന് ചോദിക്കും. അവരുടെ ചെറിയ ഇരിക്കാൻ ചെയർ പോലും കാണത്തില്ല. അവർ ചിലപ്പോൾ അടുത്ത വീട്ടിൽ നിന്നായിരിക്കും ഒരു ചെയർ എടുത്തിരുന്നത്. ഞങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കാൻ അവരുടെ അത്ര ഇൻവോൾവ് ആയിട്ടില്ല. അത്രയും കഷ്ടപ്പെടുന്ന അത്രയും പാവങ്ങള്. പക്ഷെ ഒപ്പം മരിക്കുന്നതിന് മുമ്പ് എന്താ പറയാനോ, കുടുംബ ബന്ധങ്ങളെക്കാൾ അത്രയും ഒരു ബന്ധുക്കൾ, സഹോദരങ്ങളെ പോലെ ആകുന്ന ഒരവസ്ഥയിലായി ഞങ്ങള്. അതെങ്ങനെ പറയണമെന്നറിയും. അത്ര സന്തോഷമായി മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പായെ സർവശക്തനായ ദൈവം നിത്യതയിൽ ചേർത്തത്. സ്തോത്രം. സിസ്റ്ററെ, അപ്പൊ അവിടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മളെ സ്നേഹബന്ധവും കാര്യങ്ങളുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ? ദൈവപ്രവൃത്തി ഇത്രയും ആത്മാക്കള് എങ്ങനെ കടന്നു വന്നു? ദൈവപ്രവൃത്തിയിലൂടെയാണോ എങ്ങനെയാണത്? ദൈവപ്രവൃത്തിയിലൂടെ എന്ന് പറഞ്ഞാല് ഞങ്ങൾ അവിടെ പോയി മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത സമയം പല ഭവനങ്ങൾ കയറി വിസിറ്റ് ചെയ്യും. പല രോഗികൾ സൗഖ്യമായി. 2 ഫാമിലിയിൽ 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങള് വളരെ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു, ഉപവസിച്ച് 5 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്ന ഒരു സഹോദരിക്ക് കുഞ്ഞുണ്ടായി. പിന്നെ 4 പ്രാവശ്യം അബോട്ടായ ഒരു സിസ്റ്ററിന് ഒരു കുഞ്ഞുണ്ടായി. ഇത് 2 വലിയ സാക്ഷ്യം. പിന്നെ അനേകം മദ്യപാനം വിട്ട് കർത്തൃസന്നിധിയിലേക്ക് കടന്നു വന്നു. പിന്നെ ചില സ്നാനങ്ങൾ നടന്നു. ഞങ്ങളുടെ അനുഭവങ്ങൾ, ഇങ്ങനെ ജോലി വിട്ടു, ദൈവശബ്ദം കേട്ടാ ഞങ്ങൾ മിനിസ്ട്രിക്ക് വന്നത്. പിന്നെ ഞങ്ങളുടെ അനുഭവങ്ങൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ, പിന്നെ പപ്പ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ അനേക അനുഭവങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അതെല്ലാം അവർക്ക് ടച്ച് ചെയ്തിട്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. തൻ്റെ കൂടെ പഠിച്ച തൻ്റെ ക്ലാസ്മേറ്റ്സ് ജോലി ചെയ്യുന്നവർ അനേകർ ചെന്നൈയിലും മറ്റ് സ്റ്റേറ്റിലും ഒക്കെ ഉണ്ട്. അവരോട് മിനിസ്ട്രിയെ പറ്റി ഷെയർ ചെയ്തിട്ട് ചെറിയ ചെറിയ സഹായങ്ങൾ അവർക്ക് ചെയ്യുക. കൊറോണ ടൈമിൽ ദൈവത്തിൻ്റെ അത്ഭുത കൃപയാൽ വളരെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ വിശ്വാസികളിൽ ഒരു വ്യക്തി പോലും ഞങ്ങൾക്ക് ഓഫറിംഗ് ഫോൺ പേ ചെയ്ത് തരത്തക്ക ഒരു വ്യക്തി പോലും ഇല്ല. പക്ഷേ പപ്പയാണെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തിട്ട് 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം 50 കിറ്റ്, ഒരു പ്രാവശ്യം 60 കിറ്റ് അങ്ങനെ കൊടുക്കാൻ ദൈവം സഹായിച്ചു. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ഒന്നുമേ ഇല്ല. ഞങ്ങളുടെ സെന്ററിൽ നിന്ന് അതിന് ഒന്നും സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഫസ്റ്റ് ഇങ്ങനെ ഫ്രണ്ട്സ് മുഖാന്തരം അത് ചെയ്തോ ജേസൺ ഫാസ്റ്റ്, അതിനെന്താന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടെ അത് ഞങ്ങൾക്ക് വാക്ക് തന്നു. അങ്ങനെ ചെയ്യുവാൻ അപ്പൊ അതൊക്കെ അവരുടെ ഇടയിൽ ഒരു വലിയ ഒരു ഉണർവിന് കാരണമായി തീർന്നു. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാത്ത സമയങ്ങളിൽ ഒപ്പം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ട് അവരെ സ്കൂളിലാക്കാൻ സ്റ്റാർട്ടിങ് ട്രബിളിൽ സഹായിക്കുക, ബാഗ് വാങ്ങി കൊടുക്കുക, ഡ്രസ്സ് വാങ്ങി കൊടുക്കുക. ഇതൊന്നും വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്, അങ്ങനെ ഒരു പോളിസി ആയിരുന്നു എൻ്റെ ഹസ്ബൻഡിന്. ഒരു ഫാമിലി ചെയ്യുന്നത് ഇനിയൊരു ഫാമിലിക്ക് അറിയത്തില്ല, വളരെ സീക്രട്ട് ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പൊ മരിച്ച ശേഷം 2 വീക്സ് കഴിഞ്ഞ് ഞാനും കുഞ്ഞുങ്ങളും അവിടെ പോയി ഞങ്ങളുടെ ചർച്ചിന്റെ കുറെ തിങ്സ് ഒക്കെ വീട്ടിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞങ്ങളിടിച്ച് ടെസ്റ്റിമണി പറയുമ്പോഴാണ് ഞങ്ങളെ സെൻട്രൽ പാസ്റ്റർ അമ്മാമ്മയെ അറിയുന്നത്. അവരിങ്ങനെ മുഖാമുഖം നോക്കിയത്. കാരണം അവിടെയുള്ള വിശ്വാസികൾക്ക് പോലും ഒരാൾ അറിയാം. കിറ്റ് കൊടുത്ത എല്ലാവർക്കും അറിയാം, മറ്റ് സപ്പോർട്ടുകൾ കൊടുത്തതൊന്നും ഒരാൾക്ക് കൊടുത്തത് ഒരാൾക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അതെല്ലാം അവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി. നല്ല ഒരു മിനിസ്ട്രി അവിടെ പോകാനുള്ള എല്ലാ സാഹചര്യമായി. ഞങ്ങളതിൽ കംപ്ലീറ്റ് ഇൻവോൾവ് ആയ സമയത്താ
പപ്പയെ ദൈവം എടുത്തത്. അത് എനിക്കത് ഇനിയും അതിന് ഒരു മറുപടി, എനിക്ക് വ്യക്തമായ മറുപടി എനിക്ക് ഇനിയും കിട്ടിയിട്ടില്ല. ദൈവസഭയിൽ ഇന്നും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ നിൽക്കുക. ഓക്കെ. ആ സിസ്റ്റർ, എന്തെങ്കിലും അങ്ങനെ അപ്പൊ നേരത്തെ ഈ സഭ അവിടുന്ന് പൊട്ടിപ്പോയതാണല്ലോ BJP-ക്കാരുടെ ഒക്കെ പ്രോബ്ലം നിമിത്തം. നമ്മുടെ ശുശ്രൂഷയിൽ അങ്ങനെ എന്തെങ്കിലും BJP-ക്കാർ അങ്ങനെയുള്ള മറ്റ് ആൾക്കാർ വന്ന് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ 3 പ്രാവശ്യം അവിടെ ഷെഡ് പണിതു. അന്നേരം അവിടെ മിനിസ്റ്റർ ചെയ്യുന്ന ആ കാലഘട്ടം മുഴുവനും BJP-യുടെ ഭരണമായിരുന്നു. 3 പ്രാവശ്യം ഒരു കോൺഗ്രസ് ലീഡറുടെ ഒരു ലാൻഡ് ഞങ്ങൾക്ക് 5 ഇയറിന് ഞങ്ങൾക്ക് തന്നു. 14 ഏക്കർ ഉള്ളതിൽ ഒരു 30-40 സൈറ്റ് ഞങ്ങൾക്ക് ആ ലാൻഡിന്റെ ഒരു കോർണറിൽ ഒരു സ്ഥലം തന്നു. അവിടുത്തെ BJP ലീഡേഴ്സിന്റെ എല്ലാ ലീഡേഴ്സിന്റെ വീട്ടിലും ഞാനും ഹസ്ബൻഡും പോയിട്ടുണ്ട്. JDS ലീഡേഴ്സിന്റെ എല്ലാ വീട്ടിലും പോയിട്ടുണ്ട്. കോൺഗ്രസ് ലീഡേഴ്സിന്റെ അവർക്ക് ഞങ്ങൾ രണ്ടുപേരും അറിയാത്ത ഒറ്റ ലീഡേഴ്സ് അയലങ്ക പട്ടണത്തിലില്ല. എല്ലാ സ്ഥലത്തും രാവിലെ ഒന്നോ വൈകിട്ടൊന്നോ. അന്നേരം ഞങ്ങൾക്ക് ഒരു സ്ഥലം അനുവദിച്ചു തന്നു. ഞങ്ങളത് വളരെ കഷ്ടപ്പെട്ട് അനേകരോട് ചെറിയ ചെറിയ സഹായങ്ങൾ ചോദിച്ചും അറിഞ്ഞും ഒക്കെ തന്ന് 3 പ്രാവശ്യം ഷെഡ് പണിതു. 3 പ്രാവശ്യം BJP അത് ഡെമോളിഷ് ചെയ്തു. 3-ാം പ്രാവശ്യം 2020 ഓഗസ്റ്റ് 20 3-ാം പ്രാവശ്യം ഷെഡ് ഡെമോളിഷ് ചെയ്തതോടുകൂടെ എൻ്റെ ഹസ്ബൻഡ് ശരിക്കും തകർന്ന ഒരവസ്ഥയിലായി. ഞങ്ങള് അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് സഫർ ചെയ്ത 3 പ്രാവശ്യം ഷെഡ് പണിതത്. ഒരു 23 ദിവസത്തെ പണി അവിടെ ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ രാവിലെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഞങ്ങൾ ഒരു 7-7:30 മണിക്ക് വീട് വിട്ടാൽ 8 മണിക്ക് അവിടെ എത്തും. ഒരു മേസ്ത്രിയോ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനോ കിട്ടിയില്ലേ ഇല്ല. പപ്പായ മിക്കവാറും മേസ്ത്രിയുടെ കൈയാള്. സിമെന്റ് അത് കുഴച്ചിട്ട് അത് എടുത്തു കൊടുക്കുന്നതിൽ ഞാനും പങ്കായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും എനിക്ക് കഴിയുന്ന രീതിയിൽ എല്ലാ രീതിയിലും ഞാൻ അപ്പോഴൊപ്പം നിന്ന് 23 ദിവസം പകുതി ചവര് വാള് കെട്ടിയിട്ട് അതിന്റെ മേലെ ഷീറ്റ്, പിന്നെ റൂഫ് ഷീറ്റ്, അങ്ങനെ ഏകദേശം ഒരു 70-80 പേർക്ക് ഇരിക്കാവുന്ന ഹോള് നല്ല ഐശ്വര്യമായി പണിതീർത്ത് ഡോർ ഫിറ്റ് ചെയ്തു. 2-3 ഫാനുണ്ട്, ലൈറ്റ്, അതെല്ലാം അവര് ഞങ്ങളുടെ ഷെഡിന്റെ ഫ്രണ്ടിൽ തന്നെ പോസ്റ്റ് ഉണ്ട്, അതിന്ന് ഡയറക്റ്റ് എടുത്തോളാൻ അവർ ലീഡേഴ്സ് പറഞ്ഞു. മീറ്റർ വെക്കാതെ തന്നെ പിന്നീട് അവർ ചെയ്തു തരാം. പക്ഷെ എല്ലാം ചെയ്ത് വളരെ സന്തോഷമായിട്ട് ചില ആഴ്ചകൾ മാത്രം ആരാധിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഡെമോളിഷ് ചെയ്തു. 2-ാം പ്രാവശ്യം കൊറോണ ടൈമിലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ വിശ്വാസികൾ വിളിച്ചു, ഞങ്ങൾ മുമ്പ് ഡെമോളിഷ് ചെയ്തു. 3-ാം പ്രാവശ്യം ഈ JDS, കോൺഗ്രസ്, BJP 3 ലീഡേഴ്സിന്റെ ഫുൾ സപ്പോർട്ടോടുകൂടി 3-ാമത് ഷീറ്റ് ഞങ്ങൾ റിനോവേഷൻ ചെയ്ത് വളരെ അനുഗ്രഹമായിട്ട് ആരാധന കൊറോണയുടെ ഇതുണ്ടല്ലോ, ലോക്ക്ഡൌൺ കഴിഞ്ഞ് നെക്സ്റ്റ് സൺഡേ ആരാധന സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാരെയും വിളിച്ച് പറഞ്ഞു. അതിന്റെ 2 days മുന്നേ ഡെമോളിഷ് ചെയ്തു. ചെയ്യുന്നത് ആരാ ചെയ്യുന്നത്? ലീഡേഴ്സ് അറിയാം, BJP കംപ്ലീറ്റ് അവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ്. അവര് BBMP എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ കോർപ്പറേഷൻ പോലെ ഇവിടെ BBMP ആണ്. അപ്പൊ BBMP അവർ അറിയിപ്പ് കൊടുക്കും, അവിടെ അങ്ങനെ പാടില്ല, അങ്ങനെ ഡെമോളിഷ് ചെയ്തു. 3-ാം പ്രാവശ്യമൊക്കെ ശരിക്കും തകർന്നു. കാരണം അതിൽ പിന്നെ ഭയങ്കര സങ്കടമായി. കാരണം അത്ര കഷ്ടപ്പെട്ടു. ഒരു കോടീശ്വരന്മാരോട് പോലും ഞങ്ങളിങ്ങനെ ഷെഡ് പണിയാ, ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഭയങ്കര അറിയപ്പെടുന്ന ഒരു കോടീശ്വരന്റെ വീട്ടില് 4 പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴാണ് 1000 റുപ്പീ തന്നത്, 2 ചാക്ക് സിമെന്റ്. എനിക്കത് മറക്കാൻ പറ്റത്തില്ല. അന്നേരമൊക്കെ ഞാൻ വണ്ടിയിൽ 2 വീലറിൽ പോകുമ്പോൾ പുറകെ ഇരുന്ന് ഇങ്ങനെ കരയാറുണ്ട്, അറിയാതെ, ഒട്ടും കാണത്തില്ല, കരയാറ്. ഞാൻ ഒരു ജോലി പ്രൈവറ്റ് ആണെങ്കിൽ റിസൈൻ ചെയ്തു. അതിനിടയിൽ ഞങ്ങൾ ഇവിടെ വന്ന ശേഷം ഞാൻ അവിടെ PSC എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. 1 year തികയും മുന്നേ എനിക്ക് ഗവൺമെന്റ് ജോബിന് 2 പ്രാവശ്യം PSC കോളിംഗ് വന്നു. ഞാൻ തിരിച്ചു പോയില്ല. ഞാൻ ഒരു ജോലി ചെയ്ത് ഞാൻ മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരാള് ഇങ്ങനെ ഭിക്ഷ പോലെ ചോദിക്കേണ്ടി വന്നല്ലോ എന്ന് ഒരുപാട് വിഷമിച്ച സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടുപോയി ഒരു കൂലിക്കാരൻ പോലെ ഞങ്ങൾ പണിയെടുത്ത ഷെഡ് പണിതിട്ട് അത് ഡെമോളിഷ് ചെയ്ത് വളരെ വേദനിച്ച് കരഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഷെഡ് ഡെമോളിഷ് ചെയ്തെങ്കിലും എനിക്ക് പറയാനുള്ളത് 2022 ഡിസംബർ 18 ഒരു സൺഡേ, അന്ന് വരെ ഒരു ആരാധന പോലും മുടങ്ങുവാൻ ദൈവം സമ്മതിച്ചില്ല. സഭയിൽ ഒരു വിശ്വാസ ഭവനം ആരാധനയ്ക്കായി തുറന്നു. ഒരു കത്തോലിക്കാര്, ആ സിസ്റ്റർ സ്നാനപ്പെട്ടത്, ആ ബ്രദർ സ്നാനപ്പെട്ടിട്ടില്ല. പപ്പ നിത്യതയിൽ ചേർക്കപ്പെട്ടത് 2022 ഡിസംബർ 19 തിങ്കളാഴ്ച. ജനുവരിയിൽ ആ ബ്രദർ സ്നാനപ്പെടാനിരുന്നായിരുന്നു.
ഒരു കൂടപ്പിറപ്പിനേക്കാൾ അപ്പുറമായി ആ സഹോദരനെ സ്നേഹിച്ച് അഡ്വൈസ് കൊടുത്ത് ഒരു അനുജനായി കണ്ട് സ്നേഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അവർക്ക് ഇന്നും ഞങ്ങൾ സഹിക്കുന്ന പോലെ പോലും പപ്പയുടെ വേർപാട് അവർക്ക് ഇന്നും സഹിക്കാൻ പറ്റുന്നില്ല. ആഴ്ചയിൽ ഒന്നെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. പാസ്റ്റർ എന്ത് തെറ്റ് ചെയ്തിട്ടാ പാസ്റ്റർ ഇങ്ങനെ സംഭവിച്ചതെന്ന് അവരെന്നോട് പറയുന്നു. ഓക്കെ, ദേവദാസി കർത്താവിന്റെ ദാസൻ നിത്യതയെ ചേർക്കപ്പെട്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അത് സംഭവിച്ചത്? എന്തുവാണിരുന്നു ദേവദാസന്? ആക്ച്വലി പപ്പയ്ക്ക് ഈ അവിടെ ഷെഡ് ഡെമോളിഷ് ചെയ്ത ആ സമയത്ത് ഭയങ്കര സ്ട്രെസ് ആയിട്ട് പപ്പയ്ക്ക് BP ഹൈ ആയിരുന്നു. ഫസ്റ്റ് ഡെമോളിഷൻ 2019 ആ ഫസ്റ്റ് ഷെഡ് ഡെമോളിഷ് ചെയ്ത അപ്പൊ തന്നെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയി. കുറച്ചങ്ങ് എന്തോ ഒരു ക്ഷീണം പോലെ ആക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് BP നോക്കി, തലചുറ്റും ഈ മാനസിക സംഘർഷം ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി BP കൂടുതലാന്ന് പറഞ്ഞു. BP കൂടുതൽ അപ്പൊ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് മെഡിസിൻ എടുക്കുന്ന ആളല്ലായിരുന്നു. ശരി, BPയുടെ മെഡിസിൻ എടുത്തു. എന്നിട്ട് ഞങ്ങൾ മിനിസ്ട്രിക്ക് ഞങ്ങൾ ഒരിട പ്രാർത്ഥനയോ വിസിറ്റിങ്ങോ ഒന്നും ഞങ്ങൾ മുടക്കിയിട്ടില്ല. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് BP ടാബ്ലറ്റ്സ് എടുത്തു. ടെൻഷനുണ്ട്, ഇവിടെ BJPയുടെ എപ്പോഴും എതിർപ്പുകളുണ്ട്. 1 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും ശാരീരികമായി ക്ഷീണമുണ്ട്. മിനിസ്ട്രിയിൽ ഒരു ദിവസം പോലും ആള് അലസനായിട്ട് നിന്നിട്ടില്ല. കറക്റ്റ് 1 വർഷം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ഉണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് മിനിസ്ട്രിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം എൻ്റെ 4 വർഷം 19, 20, 21 4 വർഷം 3 വർഷം ഷുഗറിനാൽ ഭാരപ്പെട്ടു, 4 വർഷം BPയാൽ ഭാരപ്പെട്ടു. 2ാം പ്രാവശ്യം ഡെമോളിഷനും ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചു. 3ാമത്തെ ഡെമോളിഷന് ശരിക്കും ആളുടെ കൺട്രോൾ പോയി. പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല, അറിയാം, നമുക്ക് ഫേസ് നോക്കുമ്പോൾ തന്നെ അറിയാം. എന്നിട്ട് ചില സമയങ്ങളിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വല്ലപ്പോഴും ഇങ്ങനെ വായ്വിട്ട് പറയുന്നതല്ലാതെ ഒത്തിരി സ്ട്രെസ്സിൽ കൂടി കടന്നുപോയി. 2022 ഡിസംബർ 18-ാം തീയതി ഏറ്റവും സന്തോഷത്തോടുകൂടി വിശ്വാസിയുടെ വീട്ടില് ആരാധന നടത്തി. വളരെ അനുഗ്രഹമായിട്ട് ആ 4-5 വർഷത്തോളം കുഞ്ഞില്ലായിരുന്നു. ആ കുഞ്ഞിനാ ഫസ്റ്റ് പ്രാർത്ഥിക്കുന്നത്. ആരാധന തീർന്ന് ചേരിലോട്ട് ഇന്ന ഉടനെ അവനിങ്ങനെ വന്ന് 2 തൊടയിലും കൈവച്ചിട്ടിങ്ങനെ ഫസ്റ്റ് അവന് പ്രാർത്ഥിച്ചിട്ട് ഒരു 10-75 വയസ്സ് രാമച്ചവരുണ്ട്. എല്ലാവർക്കും അവരുടെ എല്ലാ പ്രേയറിലും അവർക്ക് എല്ലാവരും ബ്ലസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു സിസ്റ്റം പ്രാർത്ഥിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ കടന്നു വന്നു. 25-ാം തീയതി പിന്നെ സൺഡേ 2022 ക്രിസ്മസ് സൺഡേയാ 18. അപ്പോൾ 24-ാം തീയതി വൈകിട്ട് ലവ് ഫീസ്റ്റ് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. വൈകുന്നേരം ഓട്സ് മതിയെന്ന് പറഞ്ഞു. ഓട്സ് കഴിച്ചു. പപ്പ എത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു പ്രയർ ഉണ്ടായിരുന്നു. 22 ഡിസംബർ 19 മൺഡേ 3 മണി തൊട്ട് 4 മണി വരെ പ്രാർത്ഥിച്ച ശേഷം സാധാരണ കിടക്കുന്ന പോലെ കിടന്നു. രാവിലെ 7 മണിയാകുമ്പോൾ മോൻ കോളേജിൽ പോകുന്ന മോനെ പ്രാർത്ഥിച്ചയച്ചു. 8 മണിക്ക് മോക്ക് ഇവിടെ അടുത്ത കോളേജ്, ഒരു 4 സ്റ്റോപ്പേ ഉള്ളൂ വീട്ടിൽ നിന്ന്. മോളെ കോളേജിലേക്ക് പ്രാർത്ഥിച്ചയച്ചു. 8:30 ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ പല്ല് തേക്ക്, കാപ്പി കുടിച്ചിട്ട് നമുക്ക് പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം, ഫുഡിന് ഓർഡർ കൊടുക്കണം പോകാൻ. അപ്പം ശരി, ഞാൻ പല്ല് തേക്കാം, എല്ലാം എടുത്തു വെച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, രാവിലെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു ചായ വിത്തോട്ട് കൊടുക്കാറുണ്ട്. കുടിച്ചിട്ട് ഫ്രണ്ട്സിന് മെസ്സേജ് ചാറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, പല്ല് തേച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ ഗീസർ ഓൺ ചെയ്തിട്ടു പല്ല് തേക്കാനായിട്ട്. ബെഡിൽ നിന്ന് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരു 2-3 സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നുകയെന്ന് പറഞ്ഞു. ക്ഷീണം തോന്നാന്ന് പറയുന്ന ഒരല്പം റെസ്റ്റ് എടുത്തിട്ട് പല്ല് തേക്ക്. ക്ഷീണത്തോടെ ബാത്റൂമിൽ പോകുന്നത് ശരിയല്ലല്ലോ. തിരിഞ്ഞു അതേപോലെ 2-3 സ്റ്റെപ്പ് വെച്ചു. തിരിച്ച് ബെഡിലോട്ട് കിടന്നു. അത്രേ ഉള്ളൂ. കൊച്ചു കുഞ്ഞ് ഉറങ്ങാൻ എങ്ങനെ കിടക്കുന്ന, മോസ്റ്റ്ലി ചരിഞ്ഞാ കിടക്കാറുള്ളത്. ചരിഞ്ഞ് കിടന്നു. ഒരു കിച്ചണും ആ ബെഡ്റൂം ഒരു ചുവരിന്റെ വ്യത്യാസമേ ഉള്ളൂ. കർണാടകയിലെ വീട് നമ്മുടെ കേരളത്തിലുള്ള. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഞാൻ കിച്ചണിലോട്ട് ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരനക്കമില്ല. ഞാൻ വന്ന് തട്ടി നോക്കുമ്പോൾ യാതൊരു മൂമെന്റും ഇല്ല. കൈ പിടിച്ച് നോക്കി, ഇതെല്ലാം ഫ്യൂ സെക്കൻഡ്സ് ആണ്. ഞാൻ നെഞ്ചത്ത് തട്ടി നോക്കുന്നു, തലയിൽ ഒരനക്കവും ഇല്ല. സെക്കൻഡ് കൊണ്ട് സംഭവം നടന്നു. ഞാൻ കണ്ണിങ്ങനെ തുറന്നു നോക്കുന്നു, കൃഷ്ണമണി നിന്നിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് റോങ്. എന്നെ സൈലന്റ് അറ്റാക്ക് കിടക്കയില് പോയി എന്നൊക്കെ കേട്ടിട്ടുള്ള, അല്ലാതെ കണ്ടിട്ടില്ല. ഞാൻ നെഞ്ചത്തെല്ലാം തട്ടി നോക്കിയിട്ടൊന്നും. ഇതെല്ലാം ഒരു 10-15 സെക്കൻഡ് കൊണ്ടാണ് സംഭവിക്കുന്നത്. എല്ലാം 8:30 9 o'clock മുന്നേ തന്നെ
ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അല്ലമുറയിട്ട് ചങ്കത്തടിച്ച് കരഞ്ഞു. ഒരു 5-6 മിനിറ്റ്, എന്നിട്ട് ഒരു അനക്കവും ഇല്ല. ഒന്നും എനിക്ക് പോയെന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഞാൻ ഫസ്റ്റ് തലേ ദിവസം എന്തിനോ ഹൗസ് ഓണർ വിളിച്ചു. ഹൗസ് ഓണർ വിളിച്ച് ആ നമ്പർ ഫസ്റ്റ് ഹൗസ് ഓണർ വിളിച്ച് പറഞ്ഞു അവർ വേറെ താമസിക്കുന്നത്, അവർക്കൊരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് 2 ആള് കിട്ടും. ഞങ്ങളുടെ മേളിൽ താമസിക്കുന്ന ഒരു ഫാമിലി, ഒരു അപ്പച്ചനുണ്ട്, അവരെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു പാസ്റ്റർ വിളിച്ചു. എല്ലാവരും കുറെ പേര് ഓടി എത്തുമ്പോൾ ഒരെണ്ണക്കവും ഇല്ല. അവർ ആംബുലൻസ് വിളിച്ചു. എല്ലാം കൂടി 20 മിനിറ്റിനകത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവിടെ അടുത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു 15 to 20 മിനിറ്റ്സ് പോയിട്ടെന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് തന്നെ പോയി. പിന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ആ അവസ്ഥയിലായി. എല്ലാം തകർന്നു. കണ്ണിൽ ഇരുട്ട് കയറി. ആ നിമിഷം എല്ലാം തീർന്നതിന് എന്താ പറയാനുള്ളത്. ആ മേളില് താമസിച്ച അപ്പച്ചൻ വന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ വിളിക്കും. ഞാൻ പറഞ്ഞില്ല അപ്പച്ച, വേണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ വിളിച്ചു. പിന്നെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ച ആംബുലൻസിൽ ഞാനും അപ്പച്ചൻ കൂടെ വന്നു. ഞാനും അപ്പച്ചനും ഉള്ളു ആംബുലൻസിൽ. ബോഡിയാ പോകുന്നത്. പക്ഷെ എനിക്ക് എങ്ങനെ സഹിച്ചു. 3-ാം നിലയിൽ നിന്ന് സ്ട്രക്ചറില്ല, ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സർവൻസ് സ്ട്രക്ചറിലാണ് എടുത്ത് കൊണ്ടുപോയത്. അപ്പോഴൊക്കെ എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ സ്വയബോധം നഷ്ടപ്പെട്ടു. എങ്ങനെ ഹോസ്പിറ്റലിലെത്തി, അവിടെ മരണം സ്ഥിരീകരിച്ചെന്ന് പറഞ്ഞു. പിന്നത്തെ അതൊന്നും ചിന്തിക്കാനുള്ള ശക്തിയില്ല. പക്ഷെ സർവശക്തനായ ദൈവം ആ സമയത്ത് എങ്ങനെ അത് സഹിക്കാൻ കൃപ തന്നെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ 2 പാസ്റ്റേഴ്സ് പോയി കുഞ്ഞുങ്ങളെ 2 പേരെയും കോളേജിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ആ സാഹചര്യമൊന്നും കാരണം 2 കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചു, രാവിലെ അയച്ചു, ബൈ പപ്പ പറഞ്ഞു പോയി. വിത്തിൻ 1.5 അവറിനകത്ത് 2 കുഞ്ഞുങ്ങളും ആ ഹോസ്പിറ്റലിൽ നിന്ന് വൈറ്റ് തുണി പുതച്ച ഡെഡ് ബോഡി കണ്ട അവസ്ഥ. 2 പേരും ബാഗ് വീശി അങ്ങിട്ടു. ഞാൻ കരഞ്ഞ് ബോധം കെട്ട ഒരു പാസ്റ്റർ വൈഫിന്റെ മടിയിൽ കിടക്കുന്നു. മോമെന്ന് ചോദിച്ചു എന്തോ അമ്മേ. ആ പകുതി ബോധത്തിൽ നിന്ന് പുറത്തു പോയി. പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത് ആ സമയത്തൊക്കെ എങ്ങനെ തരണം ചെയ്തു, എങ്ങനെ സഹിക്കാൻ ദൈവം കൃപ തന്നു, എനിക്കത് ഇപ്പോൾ ഇത് ചിന്തിക്കാനുള്ള ശക്തിയൊന്നും ഇല്ല. പക്ഷെ സർവശക്തൻ കൃപ തന്നു. അത്രയും മാത്രമേ പറയാനുള്ളൂ. 50 വയസ്സ് തികഞ്ഞു. സെപ്റ്റംബർ 4 ബർത്ത്ഡേ. അത് കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കൂടി ഉണ്ടായിരുന്നു. ശുശ്രൂഷയില് ഒരുമിച്ച് എത്ര വർഷം ഉണ്ടായിരുന്നു സിസ്റ്ററെ? ശുശ്രൂഷയില് മാരേജ് മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 7 years ആണ് ഞങ്ങൾ ശരിക്കും ഒരുമിച്ച്. 7 years few months ഇവിടെ ഒരുമിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ശുശ്രൂഷ. ചെന്നൈയിൽ ഒരു 6-7 വർഷം ഒരുമിച്ച് ഉണ്ടായിരുന്നു. നോർത്തിൽ 3 വർഷം. ബാക്കി 22 years 22.5 വർഷം ഫാമിലി ലൈഫ്. ബട്ട് നന്നായിട്ട് ഒരുമിച്ച് ശരിക്കും കർത്താവിന് വേണ്ടി അധ്വാനിച്ചത് കർണാടകയിൽ 7 years few months ആണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം അത്ര പക്വതയില്ല, അത്ര ഒരു ആക്റ്റീവായിട്ട്. ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോഴും വേറൊരു ഇതായിരുന്നു. പക്ഷെ ഞങ്ങൾ ജീവനെ കൊടുത്ത് ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിയ ശേഷം വെറും 7 years few months ശരിക്കും കർത്താവിന് വേണ്ടി. പക്ഷെ പോരാടി നമ്മൾ കയറേണ്ട സമയമായപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. സർവശക്തനായ ദൈവം അദ്ദേഹത്തെ ചേർന്നു. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ ഭൂമിയിൽ തീർന്നു. പിന്നെ അത് കഴിഞ്ഞ് ദൈവദാസി പറഞ്ഞു ഓർക്കാൻ പോലും കഴിയത്തില്ല. ദൈവദാസിയുടെ മേൽ വലിയ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവശക്തി ദൈവദാസിക്ക് ആ സമയത്ത് അനുഭവിക്കുവാനിടയായി തീർന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവദാസിയെ കർത്താവ് നടത്തുന്നു. പിന്നെ കർത്താവിന്റെ ദാസിയുടെ തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നു? ജീവിതം ഹസ്ബൻഡ് മരിക്കുന്ന ആ സമയം ഏകദേശം 15 years ആയിട്ട് ഞങ്ങൾ റെന്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഫാമിലി പ്രോപ്പർട്ടീസ് ഒക്കെ കുറച്ചുണ്ടായിരുന്നു. പ്രോപ്പർട്ടി സെയിൽ ചെയ്തു. ഒരു ചേട്ടനും ഒരു ചേച്ചിയും ഉണ്ട്. അപ്പൊ കുറച്ച് അവര് എന്താ പറയാനാ, അവര് ചീറ്റ് ചെയ്തു എന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടേണ്ട ഷെയർ കിട്ടിയിട്ടില്ല. അതിലും വലിയ മാനസിക പ്രയാസം തനിക്കുണ്ടായിരുന്നു. 15 വർഷം വാടക വീടുകൾ മാറി. കോട്ടയത്തും വാടക വീട്ടിൽ തന്നെയായിരുന്നു. ചെന്നൈയിലും വാടക വീട്ടിൽ കുറെ നാൾ താമസിച്ചു. നോർത്ത് ഇന്ത്യയിലും വയോമിന്റെ ആ ബിൽഡിങ്ങിലായിരുന്നു. ഫുഡ് അക്കോമഡേഷൻ ഫ്രീ. അങ്ങനെ വളരെ അലച്ചിലുകൾ പോരാട്ടങ്ങൾ അനുഭവിച്ച 2022 വരെ 10ാമത്തെ വാടക വീടാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട്. 10ാമത്തെ വാടക വീട്.
നല്ല ഒരു വീട്ടിൽ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് പപ്പ ഞങ്ങളെ വിട്ടു പോയി. അതിനു മുമ്പ് 6 ഇയർ ഒരു ഷീറ്റ് വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് ഈ കർണാടകയിൽ. 5,000 റെന്റിന്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്ക് നിറഞ്ഞു കഴിഞ്ഞിട്ട് 3 വർഷം വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ അകപ്പെട്ടു. ഒരുപാട് കഷ്ടത അനുഭവിച്ചു. 5 മണിക്കൂർ 6 മണിക്കൂർ ഞങ്ങൾ മുട്ടളവ് വെള്ളത്തിൽ നിന്ന സമയങ്ങളുണ്ട്. രാത്രി കറണ്ട് കാണത്തില്ല. ഒരു പൂച്ചേന്റെ കാലിലെന്തോ വിഷജീവി കടിച്ചു. 2 പ്രാവശ്യം വെള്ളമെല്ലാം വറ്റിയ ശേഷം ക്ലീൻ ചെയ്ത ശേഷം ഞങ്ങളുടെ വീട്ടിനകത്ത് അരണ ഉണ്ടായിരുന്നു. താഴെ ബെഡിട്ട് കിടക്കുന്ന സമയം 2 പ്രാവശ്യം പപ്പയുടെ ദേഹത്ത് അരണ കയറി. പക്ഷെ സർവശക്തന്റെ കൃപയാൽ അതിലും ഒരു അതിൻ്റെ ഒരു നെയിൽ പോലും ശരീരത്തിൽ കൊള്ളാൻ ദൈവം അനുവദിച്ചില്ല. ഞങ്ങൾ ആ വീട് ഷിഫ്റ്റ് ചെയ്യുന്നത് 2022 ജൂണിലാണ്. അടുത്ത ഒക്ടോബറിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അടുത്ത വെള്ളപ്പൊക്കത്തിന് മുമ്പ് നമുക്കൊന്ന് മാറിയേ പറ്റൂ. അങ്ങനെയാണ് ഞങ്ങള് 2022 ജൂണിൽ ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് വാടക എക്സ്ട്രാ ഒത്തിരി കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ആ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മുട്ടനായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ താമസിക്കുകയും ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ സാധനങ്ങളെല്ലാം മാറ്റുന്ന സമയത്ത് ലാസ്റ്റ് എന്നെയും പിള്ളേരെ ഇവിടെ ആക്കിയിട്ട് ലാസ്റ്റ് ദിവസം സാധനം എടുക്കാൻ പോകുമ്പോൾ പപ്പ അതെടുക്കുമ്പോഴേ കൈ പത്തിയിലോട്ട് ചാടിക്കയറി. പത്തിയിലോട്ട് ചാടിക്കയറി ശരിക്കും എന്നെ അവിടെ നിന്ന് വിളിച്ചു. എവിടെ നിന്നും അറിയത്തില്ല. ഈ കൈ അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അത് ഒത്തിരി സൂക്ഷിച്ചങ്ങ് കുടഞ്ഞു ഇളഞ്ഞിട്ട് ഇനി പോരെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അത്ഭുത കൃപയാൽ അത് കുടഞ്ഞിട്ട് വീട്ടിൽ അന്നേരവും ഒരു നെയിൽ പോലും കൊള്ളാൻ ദൈവം സഹായിച്ചില്ല. അങ്ങനെ ഈ വീട്ടിലേക്ക് കടന്നു വന്നു. 6 മാസം വളരെ വാടക കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് സെൻട്രലിൽ നിന്ന് 5,000 സപ്പോർട്ട്. അത് ഞങ്ങൾക്ക് കിട്ടുന്ന നന്മയും നമ്മുടെ അവര് 500 ടൈപ്പ് അങ്ങനെ 1,000 കൊടുത്തിട്ട് 4,000 പാസ്റ്റേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ കൊണ്ടുവരുന്നത്. പിന്നെ 3,500 നമ്മൾ റെഡി ചെയ്യണം. അപ്പൊ നവംബർ മാസത്തിൽ വാടക കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടി. 2 വീലറിന് ചെറിയൊരു റിപ്പയറിങ് വന്ന് 3,000 ചിലവാക്കിയിട്ട് നവംബർ മാസം 19 തീയതി ആയിട്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പൈസ തരുന്നില്ല. 15 തീയതി വാടക കൊടുക്കേണ്ടത്. 19 തീയതി രാവിലെ ഓണർ വിളിച്ചു. അങ്ങളെ വാടക ആയില്ല, മറന്നാണോ? അത് പറഞ്ഞ് മറന്നല്ല, 2 ഡേയ്സിൽ വാടക ഇട്ടേക്കാൻ പറഞ്ഞു. ഫ്രണ്ട്സിനോട് സംസാരിച്ച് ഇങ്ങനെ അന്ന് രാത്രി 19 തീയതി രാത്രി 12 മണിക്ക് മുമ്പ് പപ്പ വാടക അയച്ചു. പക്ഷെ നവംബർ 19 22 നവംബർ 19 എന്നിട്ട് എന്നോട് ഇങ്ങനെ വിഷമം പറഞ്ഞു. എത്ര വർഷം വാടകയ്ക്ക് താമസിച്ചെങ്കിലും ഇങ്ങനെ വാടക വിളിച്ച് ചോദിക്കുന്ന രീതിയിൽ ദൈവം ഇതുവരെ വിട്ടില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു വിഷമം എന്നോട് പറഞ്ഞു. ഞാൻ പറയും പപ്പ വിഷമിക്കണം, നമുക്ക് അടുത്ത മാസം ദൈവം എന്ന് വെച്ചാൽ 10-ാം തീയതിക്ക് മുമ്പ് വാടക കൊടുക്കാം. അപ്പൊ അവൻ സന്തോഷമാകുമല്ലോ. 15-ാം തീയതി ദൈവത്തിന്റെ കൃപയാല് ആ 22 ഡിസംബർ 5-ാം തീയതി പാസ്റ്റേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ് 4,000 രൂപ വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12-ാം തീയതി വാടക അയച്ചു. 19-ാം തീയതി പ്രഭാതത്തിൽ തന്നിത്യതയിൽ ചേർക്കപ്പെട്ടു. അതും ഒരു സാക്ഷ്യത്തിന്റെ ഭാഗം. നവംബർ 19 വാടക ആ മാസം മാത്രം 19-ാം തീയതി കൊടുത്തത്, ചോദിച്ചു കൊടുത്തത്. അടുത്ത 19 രാവിലെ 19 ചേർക്കപ്പെട്ടു. അതും എന്റെ സാക്ഷ്യത്തിന്റെ ഒരു പ്രധാന ഭാഗം. 12-ാം തീയതി വാടക അടച്ചു. അതിനുശേഷം 23 ജനുവരി മുതൽ ഇന്ന് വരെ സർവശക്തന്റെ കൃപ എന്നല്ലാതെ അപ്പന്റെ കരുതൽ എന്നല്ലാതെ എനിക്ക് പറയുവാൻ അധികം ഒന്നുമില്ല. ആ കരുതലും ആ സ്നേഹവും എത്ര പറഞ്ഞാലും മതി വരില്ല. എത്ര പറഞ്ഞാലും മതി വരില്ല. ആ രീതിയിൽ ദൈവം നടത്തി. കുഞ്ഞുങ്ങളുടെ മോളുടെ അഡ്മിഷൻ നവംബറിലായിരുന്നു. വളരെ പ്രയാസം അനുഭവിച്ചു. വളരെ പ്രയാസം അനുഭവിച്ചു. നാളെ അഡ്മിഷൻ ആണെങ്കിൽ ഇന്ന് പൈസ ഒന്നും ആയിട്ടില്ല. 10,000 രൂപ പോലും ഞങ്ങളുടെ കയ്യിലായിട്ടില്ല. 1,05,000 രൂപ വേണം. ഗവൺമെന്റ് കോട്ടയിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടും. ഞങ്ങളുടെ ഹൗസ് ഓണറാണ് ഞങ്ങളെ സഹായിച്ചത്. അന്നത്തെ അഡ്മിഷന് പൈസ സഹായിച്ചത് ഇപ്പൊ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ ഓണറാണ്. അപ്പൊ ഒരു കുറിപ്പിട്ട സമയം പറഞ്ഞു, ഇത്ര ദിവസത്തിനകം തരാമെന്ന് വിശ്വാസത്താൽ പറഞ്ഞു. വ്യക്തിത്വത്തിന്റെ അത്ഭുത കൃപയാൽ അനേകരും ഞങ്ങളുടെ സെന്ററിൽ നിന്നും സഹോദരി സമാജത്തിൽ നിന്നും അറിയുന്ന ദേവദാസന്മാർ ഞങ്ങളെ സഹായിച്ചു. അപ്പൊ പറഞ്ഞ ആ ദിവസത്തിന് ആ പൈസ തിരിച്ചു കൊടുത്തു. അപ്പൊ മരിച്ചത് ഡിസംബർ 19. ആ ഫ്യൂണറൽ 20 ആയിരുന്നു. നെക്സ്റ്റ് പിറ്റേ ആഴ്ച വിത്തിൻ 1 വീക്ക് പല ഫോൺ കോളുകൾ ആ ദുഃഖത്തിനിടെ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കടമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ദേവദാസൻ പോയി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിലോ വാടക കൊടുത്തതിലോ എന്തെങ്കിലും കടമുണ്ടോ? ഞാൻ എൻ്റെ ആ തീച്ചുളയുടെ വേദനയുടെ നടുവിൽ ഞാൻ പറഞ്ഞു, 1 രൂപ പോലും കടമില്ല. എത്ര
കഷ്ടപ്പാടിന്റെ നടുവിലും ഒരു 10 രൂപ പാക്കറ്റ് പാല് പോലും അദ്ദേഹം കടം വാങ്ങിയിട്ടില്ല, ഞാനും വാങ്ങിയിട്ടില്ല. പാലില്ല. ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ അത് കുടിക്കും. പഞ്ചസാര ഇല്ലാതെ കട്ടനിട്ട് കുടിക്കും. ഒന്നിനും പരാതിയില്ലായിരുന്നു. വെറും ഒരു കഞ്ഞിയാണ്. ഉപ്പില്ലാതെ കൊടുക്കും, മുളകില്ലാതെ കൊടുക്കും. ആ ലാസ്റ്റ് ശ്വാസം വരും. ആഹാരത്തിന് ഒരു പരാതിയില്ല, വസ്ത്രത്തിന് ഒരു പരാതിയില്ല. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല വസ്ത്രം, കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രം കൊടുക്കാൻ കഴിയില്ല, കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഒത്തിരി ഭാരത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അടുത്തൊരു ലെവലിലേക്ക് കയറി, അടുത്തൊരു സ്റ്റെപ്പ് ഒത്തിരി ആഗ്രഹത്തോടുകൂടെ ഞങ്ങൾ ആയിരുന്ന സമയത്ത് ഒപ്പം പോയപ്പോ അതിനുശേഷം ഓർത്തിട്ട് പലപ്പോഴും ഞങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു. ഞാനിന്ന് നിങ്ങൾ ഇന്നുവരെയും ദേവദാസിയെ കർത്താവ് നടത്തുന്നു. ഒരു കടങ്ങളോ ഭാരങ്ങളോ ഒന്നുമില്ലാതെ കർത്താവ് നടത്തുന്നു. ഏലിയാവിനെ പോറ്റിയവനായ ദൈവം. അതെ, ഏലിയാവിനെ പോറ്റി, അതോടൊപ്പം തന്നെ വിധവയെയും കർത്താവ് എന്തോ ചെയ്തു, പോറ്റി ക്ഷാമകാലത്ത്. അതെ, നമ്മുടെ കർത്താവ് തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമാണ്. പ്രിയ കർത്താവിൻ്റെ ദാസിയെ, പിന്നെയും കർത്താവിൻ്റെ ദാസിയുടെ ശുശ്രൂഷ എങ്ങനെയാണ് അവിടെ? കർത്താവിൻ്റെ ദാസനങ്ങ് മരിച്ചതിന് ശേഷം കർത്താവിൻ്റെ ദാസി അവിടെ വ്യാപിച്ചതിന് ശേഷം അവിടെ ഭവനത്തിൽ തന്നെ ആരാധന തുടർന്നു. ഒരു മൺഡേയാ, ഡിസംബർ 18 പപ്പാനത്തില് ആരാധന ലാസ്റ്റ് സൺഡേ സർവീസ് അവിടെ നടത്തി. 19th മൺഡേ ചേർക്കപ്പെട്ടു. ട്യൂസ്ഡേ ആയിരുന്നു ഫ്യൂണറൽ സർവീസ്. അവിടെ ഒരു സൺഡേ ആളില്ലാതിരിക്കാൻ പറ്റത്തില്ല. അവർ പിരിഞ്ഞു പോയാൽ പിന്നെ അവര് ചേർക്കാൻ പറ്റത്തില്ല. പിറ്റേ സൺഡേ, അതായത് 22 ഡിസംബർ 25 ക്രിസ്മസ് ഡേ ആണ്. അവിടെ ആരാധനയായിട്ട് കർണാടക സ്റ്റേറ്റ് അവിടെ ഒരു പാസ്റ്റർ അയച്ചു. അവിടെ ചാർജ് എടുത്തു. അദ്ദേഹത്തിന്റെ കൺട്രോളിൽ ഇന്ന് വരെയും ആരാധനകൾ നടന്നു പോകുന്നു. ചിലരൊക്കെ 6 പേര് ജനുവരി സ്നാനത്തിന് വേണ്ടി പപ്പ റെഡി ചെയ്തായിരുന്നു. ഒരു ഫാമിലിയിലെ ഹിന്ദു പിള്ളേരാ 3 പേര്. അവര് 3 പേരും ഇപ്പൊ വന്ന ദേവദാസന്റെ കീഴിൽ സ്നാനപ്പെട്ടു. പക്ഷെ അഡൽട്ട് ആയിട്ടുള്ള 3 പേരും ഇനിയും സ്നാനപ്പെട്ടിട്ടില്ല. ഞാൻ ഒരുപാട് അവരെ വിളിച്ച് അഡ്വൈസ് ചെയ്തു. അപ്പൊ അവരോട് ഒരു എന്താ പറയുക, ഒരു സഹോദര തുല്യം അവര് സ്നേഹിച്ചു, അവരെയും സ്നേഹിച്ചു. 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമായിരുന്നു. അവര് ആരാധനയ്ക്ക് ഇടയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവര് പിന്മാറ്റത്തിൽ പോലെയായി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു 3 പേരും സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. പാസ്റ്റർക്ക് ഇനി നിങ്ങളെ ഒന്ന് ഉപദേശിക്കാനോ നിങ്ങളെ സ്നാനപ്പെടുത്താനോ പറ്റത്തില്ല. പാസ്റ്ററുടെ വേല തീർത്തു. അദ്ദേഹത്തിന്റെ സ്വഭവനത്തിൽ പോയി വിശ്രമിക്കുന്നു. നമുക്ക് അവിടെ പോയി കാണണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ സ്നാനപ്പെടാം എന്ന് പറയുന്നെങ്കിലും അവർ 100% ആ ഒരു ഡിസിഷനിൽ വന്നിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം അവരെ പോയി അവരോട് 3 പേരോട് സംസാരിച്ചു. ഇനിയും ഒന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കും. അവരൊന്ന് പിടിച്ചേ പറ്റത്തുള്ളൂ, അവരെ വിടാൻ പറ്റത്തില്ല. ആ രീതി മനസ്സേരിക്ക് കുറച്ച് ഒരു പകുതി മുക്കാൽ മനസ്സായിട്ടുണ്ട്. മാനുഷികമായ രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്കത് എന്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാകും. പക്ഷേ കർത്താവ് ദേവദാസി പറഞ്ഞതുപോലെ കർത്താവിന്റെ ദാസന്റെ വേല തികഞ്ഞു കഴിയുമ്പോൾ ദൈവം പിന്നെന്തോ ചെയ്യത്തില്ല. പിന്നെ ദൈവം എനിക്ക് തന്നു. ശേഷം ഭയങ്കര ദുഃഖത്തിലും വിഷമത്തിലും ഞാൻ കരഞ്ഞ് ഭയങ്കരമായിട്ടൊരു അവസ്ഥയിൽ പോയ സമയത്ത് ഒരു ദിവസം സർവശക്തനായ ദൈവം എനിക്കൊരു വിഷൻ തന്നു. ഒരു നല്ല വിളഞ്ഞു കിടക്കുന്ന ഒരു തോട്ടം എന്നെ ദൈവം കാണിച്ചു. മുതിരത്തോട്ടമാണ്. നന്നായിട്ട് വിളഞ്ഞ് എത്ര ഏക്കർ ഇങ്ങനെ തോട്ടം വിളഞ്ഞു കിടക്കുക. അപ്പൊ വിളവെടുക്കാൻ വേണ്ടി ഒപ്പയും ഞാൻ നിന്ന് അതിലെ ചെറിയ കളകൾ പറിച്ചു. കാരണം നെക്സ്റ്റ് ഡേ ഇന്നിപ്പോ കളകളെല്ലാം പറിച്ചിട്ട് നാളെ മുതൽ അങ്ങനെ പാടില്ലല്ലോ. ക്ലീൻ ആയിട്ട് അങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് അവരുടെ പേര് വിളിച്ചു. ഗേസിന് ഓണർ വിളിക്കുക, കൂലി തരാം. വിളിക്കുമ്പോ എന്നെ തിരിഞ്ഞ് നോക്കുന്ന പോലുമില്ല. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടന്ന് അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് പോവുക. പിന്നെ എന്റെ കണ്ണ് മറന്ന് ഞാൻ കണ്ണ് തുറന്നു. അങ്ങനെ ഒരു വിഷൻ കണ്ടു. പിന്നെ ഒരു ട്രെയിൻ യാത്രക്ക് 2 പേര് നിൽക്കുന്നു. ട്രെയിൻ സ്ലോ ചെയ്തപ്പം എന്നെ ഒന്നും ചെയ്യാതെ കയറി അങ്ങ് പോകുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ വേല തികച്ചു. അദ്ദേഹത്തെ കർത്താവ് എടുത്തതാണ്. അങ്ങനെ ഒരു വിഷൻ എനിക്ക് തന്നു. പിന്നെ അപ്പൊ പോകുന്നതിന് 2 വീക്സ് മുന്നേ ദൈവം ഒരു വിഷൻ കാണിച്ചു. ഞാൻ നിത്യതയിലേക്ക് കയറി പോകുന്ന വിഷൻ ഞാൻ കണ്ടു ഡിസംബർ 1st വീക്കിൽ. അന്നേരം ഇത് ഒപ്പയ്ക്കുള്ള ഒരുക്കമാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു.
എൻലെസ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് പോലെ ഞാൻ കണ്ടിട്ട് കോടി കോടി വിശുദ്ധന്മാരികൾ ശുഭ്രവസ്ത്രധാരികളായ ആരാധന. അപ്പോൾ ഒരു എൻട്രൻസ് ഉണ്ട്. ഞാൻ പോയി നിന്നിട്ട് എനിക്ക് അകത്ത് പോകണമെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അകത്ത് പോകണം. ഇല്ലില്ല, നിനക്ക് ഇതിനകത്ത് കയറാൻ സമയമായില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 2 ഫ്രൂട്ട് എൻ്റെ കൈ തന്നു. ഞാനിത് കഴിച്ചിട്ട് എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് 2-3 ഫ്രൂട്ട് തരാമെന്ന് ചോദിച്ചു. ഇല്ല, തരാൻ പറ്റില്ല, ഇത് ഇവിടെ വരുന്നവർക്ക് മാത്രം കൊടുക്കുന്ന. ഞാൻ നോക്കി, അവിടെ ഒരു വൃക്ഷം പോലും ഇല്ല. ഇതൊന്നും മറക്കാൻ പറ്റുന്നില്ല. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഈ പാട്ട്, ജീവവൃക്ഷത്തിന്റെ ഫലം അതിങ്ങനെ ഇവിടെ വരുന്നവർക്ക് ഉള്ളതാണ്. വൃക്ഷവും കാണാൻ പറ്റുന്നില്ല, ഫലവും കഴിച്ചു നിൽക്കുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് കടന്നു തന്നു. രാവിലെ മക്കളോടും ഇങ്ങനെ പറഞ്ഞു, അമ്മയ്ക്ക് എന്ത് സംഭവിക്കും, എപ്പോ പോകുന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ പപ്പയും മക്കളും കൂടി ചിരിച്ചിട്ട് മോൻ ഇങ്ങനെ പറഞ്ഞു പപ്പയോട്, അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൂ, പപ്പയെ നമുക്ക് വിട്ടാലല്ലേ അമ്മ പോകത്തുള്ളൂ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ കറക്റ്റ് 2 വീക്സ് കഴിഞ്ഞ് പപ്പ പോയി. പിന്നെ അതിലും ഒരു അതിശയം, ഡിസംബർ 19 പപ്പ നിത്യത ചേർക്കപ്പെട്ടു. 17-ാം തീയതി ദൈവശബ്ദം ഉണ്ടായി. പക്ഷെ ആർക്കും അത് പൊരുൾ തിരിക്കാൻ കഴിഞ്ഞില്ല. 1 വീക്ക് ഞങ്ങളുടെ സെൻട്രൽ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു. അതിൽ 6 ദിവസം ഞങ്ങൾ 2 പേരും പോയി. ഡിസംബറിൽ, അതായത് 15-16 ആ ടൈം വരുന്ന സാറ്റർഡേ 17-ാം തീയതി കോട്ടയത്തിൽ നിന്നൊരു ദേവദാസന് ദൈവശബ്ദം തന്നു. ദേവദാസൻ ഒരു പന്തിയിലിരിക്കുന്ന വിഷൻ കാണുവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എടുത്ത് ചോദിച്ചു, ഫാസ്റ്റർ എന്തുവാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. 17-ാം തീയതി സാറ്റർഡേ. അപ്പൊ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു പറഞ്ഞു, ദേവാസി ഉന്നതന്മാരോടുകൂടെ ദേവദാസൻ വലിയൊരു പന്തിയിലിരിക്കുന്ന വിഷൻ ഞാൻ കാണുവാന്ന് പറഞ്ഞു. അന്ന് അവിടെ ആ മീറ്റിംഗിൽ സെൻട്രൽ പാസ്റ്റർ ഉണ്ടായിരുന്നു, ആ സഭയുടെ ലോക്കൽ പാസ്റ്റർ ഉണ്ട്, വേറെ 1-2 പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾക്ക് പോലും ഈ വേർപാടിന്റെ വിഷയം ആർക്കും മനസ്സിലായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീട്ടിലെത്തുന്നത് വരെ ഞാനും മുന്നിൽ പുറകെ ഒക്കെ ഏതോ ഉന്നതന്മാരുടെ ഉള്ളത്തിൽ ദൈവം ഇടപെട്ടിട്ട് നമ്മുടെ കഷ്ടങ്ങളൊക്കെ മാറാൻ പോവുക, എന്തോ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോവാന്ന് ഞാൻ ഇങ്ങനെ ചലിച്ചുകൊണ്ട്. പക്ഷെ വീട് വരെ ഒരു അക്ഷരം തിരിഞ്ഞ് എന്നോട് സംസാരിച്ചില്ല. വീട്ടിൽ വന്നിട്ട് ആ ശനി ഞായറും ഭയങ്കര തിടുക്കമായിരുന്നു. വീട്ടിലെന്തോ സാധനങ്ങളില്ല, എന്തോ വേണം. എന്തോ കൈ പൈസയൊന്നുമില്ലല്ലോ, എന്തുവാ വെപ്രാളം കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറയും, 6 ദിവസം ഞങ്ങൾ പോയത് കൊണ്ട് ആ ചർച്ചിലെ ഒരു പ്രായമുള്ള അപ്പച്ചൻ ഒരു ഓഫറിങ് കൂടെ കൈ കൊടുത്തു. അപ്പൊ എന്നോട് പറയാം, എന്താ സാധനമില്ലാത്ത, എന്താന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് ആദ്യം ഭക്ഷണം കഴിക്കാൻ റെസ്റ്റ് എടുക്കും, പിന്നെ പോയി മേടിക്കാം. പക്ഷെ നിന്നില്ല. ഭക്ഷണം കഴിക്കാതെ കിച്ചണിൽ കയറി ജസ്റ്റ് നോക്കിയിട്ട് ഒരു കവർ എടുത്തു. അത്യാവശ്യം വേണ്ട സാധനം എല്ലാം പോയി വാങ്ങിക്കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചിട്ട് എന്നോട് പറയാം, ഇതെല്ലാം എന്നിട്ട് നോക്കിക്കേ, ഇനി എന്താ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി വാങ്ങിയിട്ട് തരാം. അപ്പൊ ഞാൻ പറയാം, എല്ലാം ഉണ്ട്, ഇപ്പൊ ഞാൻ നോക്കുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുത്ത് വൈകിട്ട് പോയി നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. എനിക്കത് തിടുക്കമാ. ശനിയാഴ്ച വൈകിട്ടാകട്ടെ, ഞായറാഴ്ച രാവിലെ, എല്ലാ ദിവസത്തേക്കാൾ നേരത്തെ എഴുന്നേറ്റു. ശനിയാഴ്ച ഒരു മെസ്സേജൊക്കെ പ്രിപ്പയർ ചെയ്തു. ആ ശനി ഞായറും ഭയങ്കര തിടുക്കമായിരുന്നു. പക്ഷെ ഇങ്ങനെ അവസാനമായിട്ടുള്ള തന്റെ തത്രപ്പാടെന്ന് 1 ഇഞ്ച് പോലും മനസ്സിലാക്കാൻ സെന്ററിലും ആർക്കും കഴിഞ്ഞില്ല, എനിക്കും കഴിഞ്ഞില്ല, എന്റെ മക്കൾക്കും കഴിഞ്ഞില്ല, ഫാമിലിയിൽ ആർക്കും കഴിഞ്ഞില്ല. ഒരു മിസ്റ്ററി ആയിരുന്നു. ഇന്ന് ഓർക്കുമ്പോൾ അതൊരു എന്താ പറയാ, ഒരു മർമ്മമായിരുന്നു. അതെല്ലാം മറച്ചു. അതാണ് ദൈവം. നമുക്ക് പ്രിയപ്പെട്ടവരാകുമ്പോ നമ്മള് ദൈവത്തോട് പിടിച്ച് വാങ്ങിക്കാൻ നോക്കും. പക്ഷെ അതിന് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം എന്തോ ചെയ്യും, നമ്മളിൽ നിന്ന് മാറ്റും. അത് നമുക്ക് വലിയൊരു മാനുഷിക രീതി വലിയ വേർപാടിന്റെ ഒരു വലിയ ദുഃഖമാണെങ്കിലും സ്വർഗത്തിൽ അത് എപ്പോഴും സന്തോഷമാണ്. നമ്മള് പിന്നെ ദൈവത്തിന്റെ ദാസിയെ കർത്താവ് ദൈവകൃപയാൽ ഇങ്ങനെ നിർത്തുന്നല്ലോ. ദൈവത്തിന്റെ ദാസനെ ഏൽപ്പിച്ച ഒരു വേലയുണ്ടല്ലോ. പിന്നെയും അത് കർത്താവിന്റെ ദാസി അത് തുടർന്ന് ഏറ്റെടുത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അത് ചെയ്യണം. കർത്താവിന്റെ ദേവദാസന് ശേഷം എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും ഞങ്ങളിവിടെ ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ചർച്ചിൽ ഞങ്ങൾ പോകുന്നുണ്ട്. നെക്സ്റ്റ് സൺഡേ തന്നെ വന്നു. സെൻട്രൽ പാസ്റ്റർ അമ്മാമേനെ ഞങ്ങളെ പ്രാർത്ഥിച്ച് ഇവിടെ ആക്കി. ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കും. പക്ഷെ കർത്തർ വേലയിൽ ഒരു ഭാഗമാക്കാണോ എന്ന് കേട്ടാൽ ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ ചില സൂമിലൊക്കെ ഇങ്ങനെ ടെസ്റ്റ് മണി ചെറിയ വചന ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ 2 വർഷവും 4 മാസവും കഴിഞ്ഞു. ഒത്തിരി ദൈവശബ്ദം ഇങ്ങനെ തരുന്നുണ്ട്. ഈസബിന്റെ വാക്ക് കേട്ട് ഏലിയ വിളിച്ചിരുന്നത് പോലെ ഇരിക്കുന്ന അനുഭവം പലരിൽ കൂടെ 1, 2, 10 അല്ല ദൈവശബ്ദം ഒരുപാട് പേര് കൂടെ ദൈവാത്മാവ് തരുന്നുണ്ട്. പക്ഷെ
ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. എനിക്ക് മിനിസ്ട്രിക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ജോലിയും കളഞ്ഞ് ഞാൻ ഇറങ്ങിയതിൽ അർത്ഥമില്ലല്ലോ. ദൈവദാസി പൂർണ്ണമായി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ലോകത്തിലെ ജോലി കളഞ്ഞിറങ്ങിയതാണല്ലോ. അപ്പം കർത്താവിന്റെ ദാസിയെ ദൈവം പണിഞ്ഞെടുക്കും. അനേകർക്ക് ദൈവത്തിന്റെ ദാസിയെ ഒരു വലിയൊരു ആശ്വാസവും വലിയൊരു വിടുതലുമായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശോഭിക്കുവാനും ദൈവത്തിന്റെ ദാസിയെ ദൈവം പണിഞ്ഞെടുക്കും. നമ്മൾ പിന്നെയും നമ്മളെ തന്നെ ദൈവസ്ഥലങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ലോകത്തില് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ടാണല്ലോ നിൽക്കുന്നത്, കുടുംബപരമായിട്ടല്ല. അതെ, പിന്നെ ഇതുപോലെ നമ്മുടെ സാക്ഷ്യത്തിനകത്തൊരു ദൈവത്തിന്റെ ദാസി കടന്നു വന്നപ്പോൾ ഇങ്ങനൊരു വാക്ക് പറയുവാനിടയായി തീർന്നു. ആ ദൈവദാസി ഇതുപോലെ ദൈവദാസൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവദാസി ഒരുപാട് വറിയിടായി, ഒരുപാട് കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ ഇങ്ങനെ കരഞ്ഞപ്പോൾ ദൈവദാസിയോട് ചോദിച്ചു, ഞാൻ നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത് നിന്റെ ഭർത്താവിനോട് കൂടെ അല്ലല്ലോ എന്ന്. അപ്പോൾ ആ വാക്ക് ആ ദൈവദാസിയെ ഇന്ന് അതിശക്തമായിട്ട് ഗുജറാത്തിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മളെ കർത്താവ് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണല്ലോ കർത്താവ് വിളിച്ചത്. പിന്നെ മനുഷ്യനായതുകൊണ്ട് പലപ്പോഴും നമ്മൾ തളർന്നും തകർന്നും ചോദ്യങ്ങൾ ചോദിച്ചും ഒക്കെ നമുക്കത് സഹിപ്പാനുള്ള ബലമില്ലാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നാൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തും. നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ആ ദൈവത്തിന്റെ ശക്തി ദൈവദാസിയുടെ മേൽ അധികമായി കർത്താവ് പകരട്ടെ, ദൈവദാസിയെ ഉപയോഗിക്കട്ടെ. ലോകത്തിലെ ഒരു സാമാന്യം നല്ലൊരു രീതിയിൽ ജീവിച്ചിട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചു ഒരു നന്മ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു മാനുഷിക ചിന്തകൾ നമ്മളെ അലട്ടാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ഉപദ്രവങ്ങളും കഷ്ടങ്ങളും അല്ലാതെ വേറെ ഒന്നും ഈ ഭൂമിയിൽ ഇല്ല. നമ്മുടെ കർത്താവ് ഭൂമിയിൽ കടന്നു വന്നിട്ട് എന്തെല്ലാം കഷ്ടങ്ങൾ സഹിച്ചു. ഒരു ദിവസം പോലും നമ്മുടെ കർത്താവിന് മാനുഷിക രീതിയിൽ നോക്കിയാൽ ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല. വിശന്നവനായി നടന്നപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കർത്താവ് എന്തോ ചെയ്തു. ഭാരപ്പെട്ടതായിട്ടാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നത്. ആ പാത പിന്തുടരുന്ന നമുക്ക് അതിൽ വലുതായിട്ടൊന്നും ആഗ്രഹിക്കാനില്ല. പിന്നെ നമ്മൾ മനുഷ്യനായതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മെ എന്തോ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വേണ്ടുന്നൊക്കെ തന്ന് നമ്മളെ കർത്താവ് ഇങ്ങനെ നടത്തുന്നു. ദൈവദാസി ഭാരപ്പെട്ടു പോകരുത്, ക്ഷീണിച്ച് തളർന്നു പോകരുത്. കർത്താവിന് വേണ്ടി കർത്താവിന്റെ ദാസി ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വെളിയിൽ കടന്നു വന്നു കർത്താവിന്റെ ദാസി അതിശക്തമായ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഓക്കെ, കർത്താവിന്റെ ദാസിയെ ദൈവം അതിനായി ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസിയെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ദൈവത്തിന്റെ ദാസിയായിരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓഗസ്റ്റില് ഒരു സംഭവം ഉണ്ടായി. ഓഗസ്റ്റ് 31 വളരെ സങ്കടത്തോടുകൂടെ ദേവസ്വത്തിൽ കരഞ്ഞ് പുലമ്പി പ്രാർത്ഥിച്ച് ദേവസ്വത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു വിഷൻ കർത്താവ് തന്നു രാത്രി 3 മണി സമയത്ത്. കാരണം 22 ഓഗസ്റ്റ് 31 ചെറിയ അസ്വസ്ഥത ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു 4-5 ദിവസം കൈക്ക് വേദന, അല്പമില്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞു അദ്ദേഹം അത് കെയർലെസ് ആയിട്ട് എടുത്തു. 22 പിന്നെ ഒരു 3 months കൂടി ഉണ്ടായിരുന്നു. 22 ഡിസംബർ 19 ആ സെയിം ഡേ 23 ഓഗസ്റ്റ് 31 കഴിഞ്ഞ വർഷത്തെ മെയ് സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു സമയത്താണല്ലോ അല്പമല്ല അറ്റാക്കിന്റെ ഫസ്റ്റ് സിംറ്റംസ് ആയിരുന്നു. പക്ഷെ അത് മനസ്സിലായില്ല. ട്രീറ്റ്മെന്റ് ഞാൻ ഒത്തിരി വിളിച്ചു, ഹോസ്പിറ്റലും ഗവൺമെന്റിലെങ്കിലും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ആ ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് വളരെ ഭാരത്തോടുകൂടെ കരഞ്ഞ് പുലമ്പി ദൈവസേനയിൽ ഏർപ്പെട്ട് കിടക്കുന്ന സമയത്ത് രാത്രി ഒരു ദൈവശബ്ദം ഇങ്ങനെ കേട്ടു. നീ എന്തിനാ കരയുന്നത്? ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു. പിന്നെ ഒപ്പ എനിക്ക് നന്നൊരു വേഷാലാറം കാണിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന്, ആ ഉയരത്തിൽ നിന്ന് ആ ആണിപ്പടുത്തുള്ള കരം ഇങ്ങനെ മെളിഞ്ഞേന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ കരത്തിൽ ഇങ്ങനെ ഒരു പിടിച്ച വിഷൻ എൻ്റെ യേശുപ്പ എനിക്ക് തന്നു. എനിക്ക് തന്നിട്ട് ഇങ്ങനെ ഒരു ശബ്ദം, നീ കരയേണ്ട, ഞാൻ നിന്നോട് കൂടെ. 23 ഓഗസ്റ്റ് 31 അതും എൻ്റെ സാക്ഷ്യത്തിന്റെ വലിയൊരു ഭാഗമാണ്. അപ്പൊ ഞാൻ ഒരുപാട് ഹൈലി ഡയബറ്റിക് ആണ്. എൻ്റെ HbA1c അപ്പൊ തിരിച്ചെടുക്കപ്പെട്ട 5 മാസത്തിലെ 14.4 ആയ ആളാണ് ഞാൻ. അത് മെഡിസിൻ എടുത്തു, ഡോക്ടർ കുറച്ച് അത് കഴിഞ്ഞ വർഷം 8.2 വന്നു. ഈ ജനുവരി പിന്നെയും പോയി 12.7 HbA1c. പക്ഷെ ചില സമയം പെട്ടെന്ന് സ്ട്രെസ് ആവും, ടെൻഷനാകും. പക്ഷെ എത്ര ടെൻഷനും വിഷമവും എത്ര പോരാട്ടത്തിൽ കൂടി പോയാലും
പെട്ടെന്ന് ആ യേശോപ്പായുടെ കരം ഇറങ്ങി വന്ന് പിടിച്ച്, എന്തിനാ കരയുന്നത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ശബ്ദം ഹൃദയത്തിൽ ഇടിവെട്ടും പോലെ വരും എന്ന് കരുതുന്നു. അതൊരു വലിയ ഒരു 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 ടെസ്റ്റിമണിയുടെ ഒരു ഭാഗമാണ് ആ ശബ്ദം. പിന്നെ 44-ാമത്തെ ദിവസം ബൈബിൾ എടുക്കുമ്പോഴും ഒരു വചനം, ഇയ്യോബിലെ ഒരു വചനം പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ തന്ന വചനം എന്ന് പറഞ്ഞാല് ഇതായിരുന്നു. 45 ഇയ്യോബിന്റെ പുസ്തകം 37-ന്റെ 21 പെട്ടെന്ന് എനിക്ക് തന്നു. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. പല പ്രാവശ്യം, എത്ര പ്രാവശ്യം ബൈബിൾ ഫുള്ളൊക്കെ വായിച്ചിട്ടുള്ള, പക്ഷെ അന്ന് ആ ശബ്ദവും ബലപ്പെടുത്തി. എന്നോട് തന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ആകാശത്തിൽ വെളിച്ചം ശോഭിച്ചില്ലെങ്കിൽ അമാവാസി ദിവസം, പക്ഷെ ഒരു പൗർണമി വരും. എപ്പോഴും അമാവാസിയല്ല, ഒരു പൗർണമി വരും. കാറ്റ് പരിശുദ്ധാത്മാവ്, ആരും പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് എന്നോട് തന്നെ ഇടപെട്ടു. ഈ അമാവാസി, ഈ ഇരുട്ട്, ഈ കുയിരുട്ട് മാറും. ഒരു കാറ്റ്, പരിശുദ്ധാത്മാവ് കാറ്റടിച്ച് ഒരു വെളിച്ചം പ്രകാശിക്കും. അങ്ങനെയൊക്കെ പല ദൈവവചനത്തിലെ ഏഷ്യാവില് ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, കഷ്ടതയാകുന്ന തീച്ചുളയിൽ കൂടെയാകും. ഇങ്ങനെ പല സമയങ്ങളിലും കർത്താവ് യേശപ്പച്ച വചനം തന്നു 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 ഇന്നുവരെ നിലനിർത്തി. 2023 ജനുവരിയില് വളരെ ഭാരപ്പെട്ടു. 1 മാസം തികയുന്നതിന് മുമ്പ് വളരെ കരഞ്ഞു പുലമ്പി ദൈവസഭയിൽ കുഞ്ഞുങ്ങളെ വിട്ട ശേഷം. അതിലൂടെ ഇവിടെ നിന്നൊക്കെയോ ദൈവദാസിമാർ ആരൊക്കെയോ കൊടുത്ത് ഫോൺ ചെയ്തിട്ട് അവർ ചോദിക്കും, കുഞ്ഞുങ്ങളെ വിട്ടു കഴിഞ്ഞാൽ സാധാരണ സമയമുള്ളൂ എന്ന് ചോദിക്കും. ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അവരിലൂടെയൊക്കെ ഒരുപാട് ദൈവശബ്ദം, ദൈവാത്മാവിനോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വേല തികച്ചു, അദ്ദേഹത്തിന്റെ വേല പൂർത്തിയാക്കി പോയി, ഇനി കരഞ്ഞുകൊണ്ടിരിക്കില്ലേ. ഒരുപാട് ദൈവശബ്ദം ആ സമയത്തൊക്കെ ദൈവം തന്നു. എനിക്ക് ഇന്നും മുഖാമുഖം കാണാത്ത ഒരുപാട് ദൈവമക്കളുടെ പ്രാർത്ഥന സപ്പോർട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഞാൻ ജീവനോടെ നിൽക്കുന്നത്. അത് എൻ്റെ സാക്ഷ്യത്തിന്റെ വലിയൊരു ഭാഗമാണ്. വലിയ സഹായങ്ങളോ വലിയ കരുതലോ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് ദൈവമക്കളുണ്ട്. എന്റെ സഹോദരങ്ങൾ, അവരുടെ മക്കൾ, എന്നേക്കാൾ 5-6 വയസ്സുള്ള എന്റെ സഹോദരങ്ങളുടെ മക്കളുണ്ട്. എന്റെ ഫസ്റ്റ് സിസ്റ്റർ, ഞാൻ 20 years ഡിഫറൻസ്. എന്നിട്ട് അവരെല്ലാം എന്നെ പരിഹസിച്ചു. ഉണ്ടായിരുന്ന ജോലി കളഞ്ഞു, ഗവൺമെന്റ് ജോബ് വേണ്ടെന്ന് വെച്ചിട്ട് പ്രൊഫസി കേട്ട് ചാടിയത് ഇപ്പൊ എന്തായി? എന്റെ 5 സഹോദരങ്ങൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന സമയത്താണ് ഞാൻ കർത്തൃവേല നിമിത്തം എല്ലാം വീട്ടിറങ്ങിയത്. അപ്പോ ആ സമയത്ത് എന്നെ പരിഹസിച്ചവരോട് അതിന്റെ ഒരു പ്രതികാരം വീട്ടിൽ ദൈവസഭയിൽ കരഞ്ഞപ്പോ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ആംഗിൾ കൂടി ദൈവാത്മാവ് ഇടപെട്ടു. 23 ജനുവരിയിൽ ഒരു ആവശ്യം പറഞ്ഞു, ഒരില്ലായ്മ പറഞ്ഞു. നിന്റെ സഹോദരങ്ങളുടെ മുമ്പെയോ നിന്റെ സഹോദരങ്ങളുടെ മക്കളുടെ മുമ്പെയോ പോയി കൈനീട്ടാൻ ഞാൻ നിന്നെ വിടത്തില്ല. സാക്ഷ്യത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. അന്നേരം എന്റെ സിസ്റ്റേഴ്സിന്റെ പിള്ളേർ തമ്മിൽ സംസാരിച്ചു, ഇനി എങ്ങനെ ജീവിക്കും, ഇനി കുഞ്ഞിനെ എങ്ങനെ വളർത്തും, ആര് കൊടുക്കും. ഇതറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബാംഗ്ലൂരില് ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ടി വന്നാലും അവരെ മുന്നേ പോയി കൈനീട്ടാൻ ദൈവമേ എന്നെ വിടലേ എന്ന് ഞാൻ ദൈവത്തോട് കരഞ്ഞു. എന്റെ പ്രിയ ദേവദാസി, ഇന്ന് വരെയും അവരുടെ ആരുടെയും വീട്ടുമുറ്റത്ത് പോയി നിൽപ്പാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അതെന്റെ അപ്പനോടുള്ള വലിയൊരു ബഹുമാനമാണ് എനിക്ക്. ഞാനത് പ്രാഗൽഭ്യത്തോടെ പറയുക. എന്നെ ഇനിയും വിളിക്കാത്ത എന്റെ സഹോദരങ്ങളുടെ മക്കളുണ്ട്. ഈ പബ്ലിക്കിൽ എനിക്കത് പറയാൻ ലജ്ജയില്ല. MTech-കാര്, MBA-കാര്, നല്ല ജോലിയുള്ളവര്, നല്ല വീടുള്ളവര്. ഞാൻ 18-ാമത്തെ വർഷം വാടക വീട്ടിൽ ഞാനും മക്കള് സന്തോഷത്തോടുകൂടെ സഹിക്കാൻ കർത്താവ് കൃപ തരുന്നു. ഭാരമുണ്ട്, വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, നിരാശയുണ്ട്, കണ്ണീരുണ്ട്. അതിന്റെ മധ്യയിൽ അനേകരെ ബലപ്പെടുത്തുവാൻ ഒന്നുമില്ലായ്മയിലും ഞാൻ പഠിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും പപ്പയുടെ 10 രൂപ പോക്കറ്റിലുണ്ട്. ഒരാൾ ചോദിച്ചാൽ അതെടുത്ത് കൊടുക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്റെ ഹസ്ബൻഡ് മരിക്കുന്ന തലേ ദിവസം വരെ. അതുകൊണ്ട് പ്രിയ കർത്തദാസി, ഈ നിമിഷം വരെ നിങ്ങളുടെ ഒരാവശ്യം പോലെ ദൈവം മുടക്കിയില്ല. ഇല്ലായ്മ പറയാൻ അപ്പം വിട്ടിട്ടില്ല. എന്നെ വിളിക്കാത്ത സഹോദരങ്ങളെ മക്കളെ വിളിക്കാനോ അവരുടെ ആവശ്യം പറയാനോ ദൈവം എന്നെ വിട്ടില്ല. അതല്പം വേദനയോടെ ഞാൻ പറയുന്നു. കാരണം വളർത്തിയ പിള്ളേര്, വിളിക്കാത്ത മക്കൾ ഇനിയുമുണ്ട്.
അവരൊക്കെ അത് വിശ്വാസത്തിലാണല്ലോ, അവരൊക്കെ വിശ്വാസത്തിലാണല്ലോ. വിശ്വാസത്തിലാണ്. ഞാൻ ജോലി കളഞ്ഞു ഇറങ്ങി, ഒന്നുമില്ലാതെ അവരെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ള ഭയത്തിലാണ്. 2 വർഷം ഏപ്രിൽ 19 4 മാസം തികഞ്ഞു. ഇല്ലായ്മ പറയുവാനോ ഒരാവശ്യം പറഞ്ഞ് 1 രൂപ ചോദിക്കാനോ ഈ സെക്കൻഡ് വരെ എന്റെ സ്വർഗത്തിലെ അപ്പ, എന്റെ പരമപിതാവ്, പരമസമ്പന്നനായ ദൈവം എന്നെ വിട്ടില്ല. അതെനിക്ക് ദൈവം മുമ്പാകെ ഒരു വലിയ പ്രാഗൽഭ്യമാണ്. സന്തോഷത്തോടുകൂടെ അത് പറയും, കണ്ണുനീരോടുകൂടെ, നന്ദിയോടുകൂടെ പറയും. നമ്മുടെ കർത്താവ് സകല ഉള്ള കർത്താവാണ്. അവൻ ഒരിക്കലും നമ്മെ ലജ്ജിപ്പിക്കത്തില്ല. നമ്മുടെ കർത്താവ് സമ്പന്നനാണ്. കർത്താവിൻ്റെ പക്കലെല്ലാം ഉണ്ട്. കർത്താവിൻ്റെ ദാസിയെ ദൈവം ദൈവവചനത്തിലൂടെയും ഒരുപാട് സ്വപ്നങ്ങളിലൂടെയും അനേക ദൈവമക്കളുടെ വാക്കുകളിലൂടെയും ഒക്കെ ആശ്വസിപ്പിച്ച് ഇന്നും കർത്താവ് നിലനിർത്തിയിരിക്കുന്നു. ദൈവദാസിയുടെ കരത്തിൽ ദൈവത്തിൻ്റെ ആണിപ്പഴുതേറ്റ കരം പിടിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കരം പിടിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും വീണു പോകത്തില്ല. കർത്താവ് നമ്മെ നടത്തും. ഓക്കെ, പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ദാസി ശക്തിയോടെ ബലത്തോടെ കൂടെ ദൈവസന്നിധിയിലെ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. അനേകരെ ഇതുപോലെ ഹൃദയം നുറുങ്ങി തകർന്നു കിടക്കുന്ന അനേകർക്ക് വലിയൊരു ആശ്വാസമായി ദൈവത്തിൻ്റെ ദാസിയെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവദാസി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ദൈവദാസിയുടെ ജീവിതത്തിൽ നിന്ന്? ഇപ്പോഴും മെഡിസിൻ എടുക്കുന്നുണ്ട്. എങ്കിലും സർവശക്തന്റെ കൃപയാൽ ഓരോന്നും തരണം ചെയ്യാനുള്ള കൃപ, അതാത് സമയത്ത് വേണ്ട കൃപ കർത്താവപ്പച്ചൻ തരുന്നുണ്ട്. ആ കൈക്ക് പിടിച്ചിട്ടുള്ളത് കൊണ്ട് നല്ല സഖിയായി, നല്ല തുണയായി. ഏഷ്യാവ് 54-ാം അധ്യായത്തിൽ പറയുന്ന ആ വചനം അനേക ദൈവദാസന്മാർ എനിക്ക് അത് അയച്ചു തരേണ്ടത്. സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇന്നുവരെയും സർവാശ്വാസത്തിന്റെ ഉളയവനായ സർവശക്തനായ ദൈവം ഈ കഷ്ടതയിലും എനിക്ക് എന്നേക്കാൾ ഒരാൾ കഷ്ടപ്പെടുന്നു മനസ്സിലായി. ഈ കഴിഞ്ഞ മാർച്ചിൽ പോലും എനിക്കൊരു അനുഭവം ഉണ്ടായി, പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്റെ മോന്റെ ബർത്ത്ഡേ മാർച്ച് 12 ഒരു രാജസ്ഥാനിലുള്ള ഒരു ദേവദാസൻ, ഒക്കെ നന്നായി അറിയാവുന്ന ഒരു ദേവദാസൻ വളരെ കഷ്ടതയിലിരിക്കുന്നു. ഒരു 3 ദിവസം എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര കഷ്ടതയിരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഞാനൊരു ചെറിയ ഓഫറിങ് മോനെ കൊണ്ട് അവർക്ക് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, മോന്റെ ബർത്ത്ഡേയാണ്, 1 കിലോ ചിക്കൻ മേടിച്ചു നിങ്ങൾക്ക് കറി വെച്ച് കൊടുക്കണം. ഫസ്റ്റ് മനസ്സിൽ ദൈവാത്മാവ് ഇടപെട്ടത് എനിക്ക് 100% പിന്നെ മനസ്സിലായി. ഞാൻ മോനെ കൊണ്ടൊരു ചെറിയ ഓഫറിങ് അയച്ചിട്ട് പാസ്റ്റർ മോനെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതുണ്ടല്ലോ ഒരു ഭയങ്കര മിറാക്കിളായിരുന്നു. മാർച്ച് 12 സംഭവിച്ചത്. 1 വർഷമായത്രേ അവരുടെ വീട്ടിൽ ചിക്കൻ കഴിച്ചിട്ട്. 2 കുഞ്ഞുങ്ങളാ. 3 ദിവസമായിട്ട് 2 കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുവാണ് ചിക്കൻ കഴിക്കാൻ പോയാന്ന്. എനിക്കിത് പറയാൻ ഒരു നാണക്കേടില്ല കേട്ടോ. ഞാൻ ഓർക്കുമ്പോൾ എന്റെ കണ്ണ് നിറയും. എന്നിട്ടോ ചോറുണ്ടാക്കി വെച്ച് ആ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചിട്ട് അവിടെ കിട്ടുന്ന റേഷൻ അരിയും കിട്ടുന്ന പരിപ്പ് വറുത്ത് പൊടിച്ച് ചമ്മന്തിയായിട്ട് 1 വർഷമായത്തെ അല്പം ചിക്കൻ മേടിച്ച് അത് നിങ്ങൾക്ക് കൊടുത്തിട്ട് അത് ഭയങ്കര. അതുപോലെ ഇന്നും എനിക്ക് എന്തെങ്കിലും ഒരു നന്മ ദൈവം എന്റെ കയ്യിൽ തന്നാൽ, എന്റെ കർത്തവാസി എന്നേക്കാൾ കഷ്ടത്തിലെന്ന് എനിക്ക് മനസ്സിലായാൽ അതിലൊന്നും ഒരു പങ്ക് കൊടുക്കാൻ എനിക്ക് ഒരു മടിയില്ല. അതൊരു 4-5 സൂമ്രയുള്ള ദൈവാത്മ ഇടപെട്ടു. ഈ കഷ്ടതയുടെ കണ്ണുനീരിന്റെ മധ്യത്തിൽ ദേവദാസൻ എടുത്ത് ചേർക്കപ്പെട്ടിട്ടും നിനക്ക് കിട്ടുന്ന നന്മ നീ ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ദൈവസന്നിധി കണക്കുണ്ടെന്ന്. അതൊരു ഭയങ്കര മിറാക്കിളായിട്ടോ. ദൈവം വിശാല ഹൃദയം തന്നതുകൊണ്ട് അത് വേറെ ഒന്നും പറയുകയല്ല. അങ്ങനെ ഒരു മനസ്സ് ദൈവം തരുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. പപ്പയുടെ 10 രൂപ അവരുടെ കയ്യിലിരുന്നാൽ അതൊരാൾ കഷ്ടപ്പെടുന്നവർ അത് കൊടുമക്കളെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ഒരു മടിയുമില്ല. പിന്നെ അവര് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജ് ആയിരുന്നപ്പോഴും ഒരുപാട് ആവശ്യങ്ങളുടെ മധ്യേ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ അത്ഭുതം കരുതൽ കണ്ട കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരുടെ കയ്യിൽ ആരെങ്കിലും ഒരു 10 രൂപ ആരെങ്കിലും കൊടുക്കുന്നത് പോലും കഷ്ടമാണ്. കൈലത്തിലെ കൊടുക്കാൻ ഒരു മടിയുമില്ല.
അതൊക്കെ എനിക്കൊരു സന്തോഷമായിട്ടുള്ളൂ. വേറെ എനിക്കൊന്നുമില്ല. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളൊരു ഭാവി കാണണം, കുഞ്ഞുങ്ങളെ സന്തോഷം കാണണം. എന്റെ കണ്ണ് മറന്നാലും പപ്പയും അമ്മയും പിന്തുടർന്ന ആ പാത എന്റെ കുഞ്ഞുങ്ങൾ പിന്തുടരും എന്നുള്ള ഒരു നല്ല ദൃഢവിശ്വാസം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ സന്തോഷം എനിക്കുള്ളൂ. പിന്നെ കർത്താവിന്റെ സമയത്ത് കർത്താവ് ഭവനം തരും. എല്ലാ സ്വർഗത്തിലൊരു ഭവനമുണ്ടെന്ന് പൂർണ്ണമായ ഒരു ഉറപ്പ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു പ്രത്യാശയിൽ ഓരോ ദിവസവും ഇങ്ങനെ ജീവിച്ചു പോവുക. ഓക്കെ ഓക്കെ കർത്താവിന്റെ ദാസി. ഓക്കെ ദൈവദാസിയെ കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവ് സർവാശ്വാസങ്ങളാലും സർവശക്തിയാലും ദൈവത്തിന്റെ ആത്മാവിനാലും കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തി നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന സമയങ്ങളെ കർത്താസിയോടൊപ്പമായിരിക്കാൻ ദൈവം തന്നെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നടത്തിയ വഴികളെ കുറിച്ച് വിവരിക്കുവാൻ, കടന്നു വന്ന പാതകളെ കുറിച്ച് കർത്താവെ അല്പമായി ദൈവദാസിയോട് ഷെയർ ചെയ്യുവാൻ ദൈവം തന്നെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അപ്പായി സാക്ഷ്യം കേൾക്കുന്ന ചിലർക്കെങ്കിലും ഒരു ഉത്തേജനത്തിന് കാരണമായി തീരുവാൻ, ചിലരെങ്കിലും കർത്താവെ പാപ വഴികളെ വിട്ട് ദിവസങ്ങളിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ കർത്താവെ ഈ ഭൂമിയിൽ ഞങ്ങൾക്കൊന്നും ശാശ്വതമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ ചില ജീവിതങ്ങളെ ഈ സാക്ഷ്യം മുഖാന്തരം കർത്താവ് ഒരുക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കും. കർത്താവെ ഇത്രയും സമയം കർത്തദാസിയെ ശ്രമിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. പിന്നെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം, പ്രവർത്തനങ്ങളെയും അവർ അനുഗ്രഹിക്കണമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഹെൽപ്പ് പ്രാർത്ഥനയോടെ മിനിസ്ട്രിയിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ. എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കണമേ. അപ്പ ദൈവസ്ഥാനത്തിനുള്ളിൽ ഉച്ചയുടെ സമയം ഞങ്ങളെ നിറയ്ക്കണം കർത്താവെ. ദൈവകരങ്ങളിലേക്ക് സമൂഹമായി സമർപ്പിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, കർത്തദാസി അവരുടെ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചു വഴി നടത്തണം. ദൈവത്തിലൂടെ മറവിൽ മറിച്ച് നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കണം, അനേകരെ ഒരുക്കുവാൻ പിന്നെയും കൃപ തരണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ടു തരണമേ സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ദേവദാസി.